ഇപ്പോൾ എൻ്റെ അപ്പാർട്ട്മെന്റ് മൂന്നാമത്തെ നിലയിലാ. എനിക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. ഭാഗ്യത്തിന് ഞാൻ ഇന്നലെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആരാ അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ചില കാര്യങ്ങൾ എനിക്കറിയാം. ഇവിടുത്തെ താമസക്കാരിൽ ഒരാളാണ് അത് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഡോറ് അകത്തുനിന്ന് വെൽഡ് ചെയ്ത് ഷട്ട് ചെയ്തേക്കാണ്. അടുത്ത എൻട്രൻസിലുള്ള എൻ്റെ നെയ്ബറിൻ്റെ ഫ്രണ്ടും പറഞ്ഞത് ഇതേ കാര്യമാണ്. അവരുടെ ഡോറും അകത്തുനിന്ന് വെൽഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നു. അതിൻ്റെ അർത്ഥം ആരാണോ അകത്തേക്ക് കയറിയിട്ടുള്ളത് അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആരാ ഇത് ചെയ്തേക്കുന്നത് എന്ന് മാത്രം എനിക്കറിയില്ല. ആരും താനാണ് ചെയ്തത് എന്ന് പറഞ്ഞു വന്നിട്ടുമില്ല. മാത്രമല്ല പുറത്ത് ഒരു ഡെഡ് ബോഡിയും കിടക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഒരുപാട് പറഞ്ഞുപോയി. ഒരു മിനിറ്റ് ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഒരു ചെറിയ ഭയങ്കര പഴക്കമുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഒരു ചെറിയ ടൗണിന്റെ ഔട്ട്സ്കേർട്ടിൽ. സത്യം പറഞ്ഞാൽ അതിന് അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് എന്നൊക്കെ വിളിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് ആകെ ഒരു 5 നിലയേ ഉള്ളൂ. അവിടെ എലവേറ്റർ ഒന്നുമില്ല. 1960കളിൽ തൊട്ടുള്ള ബിൽഡിംഗ് ആണ് അത്. അവിടെ ആറ്റിക് ഒന്നുമില്ല. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഏറ്റവും മേലെ താമസിക്കുന്നവരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ചോർച്ചയുണ്ടാവും, അവരുടെ സീലിങ്സ് പൊളിഞ്ഞു വരും, അങ്ങനെയൊക്കെ. മഴ പെയ്തു കഴിഞ്ഞാൽ ഒടുക്കത്തെ ശബ്ദവും. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ പോലും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ബേസ്മെന്റ് ഒരു അഴുക്കുചാലായിട്ട് കണക്റ്റഡാ. അതുകൊണ്ട് ആ ഭാഗത്ത് വൃത്തിയായിട്ട നാറ്റമാണ്. റഷ്യയിൽ ഇങ്ങനത്തെ ബിൽഡിങ്ങിനൊക്കെ പറയുന്ന പേരാണ് ക്രഷ്യൂവ്ക. ഒരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഈസി ടു കൺസ്ട്രക്ട് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ ബിൽഡിംഗ് ഒക്കെ 50 വർഷം മുന്നേ ഇടിച്ചു പൊളിച്ച് പുതിയ അപ്പാർട്ട്മെന്റ് പണിയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ബിൽഡിംഗ് തന്നെ ഡേഞ്ചറാണ്. ഇവിടെ യൂഷ്വലി വയസ്സായിട്ടുള്ള ആൾക്കാരാണ് താമസം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് വർഷം മുന്നത്തെ ബിൽഡിങ്ങാണ്. അപ്പോൾ ഒബ്വിയസ് ആയിട്ടും അവിടെയുള്ള ആളുകൾ മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എല്ലാവരും വയസ്സായി. എന്നെപ്പോലത്തെ യങ് ആയിട്ടുള്ള ആൾക്കാർ കൃഷിക്കയിലേക്കൊന്നും താമസം മാറാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നെയ്ബർഹുഡിലുള്ള എല്ലാവരും വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഈ വയസ്സായ റഷ്യൻ ആൾക്കാരൊക്കെ ഭയങ്കര റൂഡാണ്. എന്നാലും എനിക്ക് ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ അപ്പാർട്ട്മെന്റ് എൻ്റെ ഗ്രാൻഡ്മ എനിക്ക് കൈമാറിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് എൻ്റേത് എന്ന് പറയാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ എൻ്റെ 3rd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കാടാ. ടെക്നിക്കലി അത് ഞങ്ങളുടെ ടൗണിൻ്റെ ബോർഡർ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട ബിൽഡിങ്ങുകളൊന്നും കണ്ണിൻ്റെ മുന്നിൽ കാണില്ല. ഈ ഡയറക്ഷനിൽ നിന്ന് 1000 കിലോമീറ്ററോളം വരും ആ സാധനം. ഒരു കടൽ പോലെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കാട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ബീച്ചിലാണ് താമസിക്കുന്നത്. ചിലപ്പോഴൊക്കെ തീരത്തേക്ക് ഒഴുകിയിരുന്ന സാധനങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന അത്രയും നല്ലത്. ഞാൻ കോട്ടുവാക്ക് ഇട്ട് സ്ട്രെച്ചൊക്കെ ചെയ്ത് 1ാമത്തെ നിലയിൽ പടി ഇറങ്ങിപ്പോയപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടു. എല്ലാവരും കോട്ടൊക്കെ ധരിച്ച് കയ്യിൽ ബാഗൊക്കെ പിടിച്ച്. അവരുടെ സംസാരവും ഷൗട്ടിങ്ങും ഒക്കെ കാരണം അവിടെ ഉണ്ടായിരുന്ന എയറൊക്കെ ഒരുമാതിരി ചൂടും ഈർപ്പവും ഒക്കെ നിറഞ്ഞതായിരുന്നു. അവരെന്താ പറയുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവരെല്ലാവരും ഒരുമിച്ചാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ മൂഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കുറച്ച് പേരൊക്കെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ മിക്ക പേരും ദേഷ്യത്തിലായിരുന്നു. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. സമയം രാവിലെ 8 മണിയായിരുന്നു. അവിടെയുള്ളവരിൽ പലരും ജോലിക്ക് പോകാൻ റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നവരാണ്. ബാക്കിയുള്ള പെൻഷൻ പറ്റുകാരൊക്കെ രാവിലെ തന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. പിന്നെ ഞാൻ തള്ളി തള്ളി എല്ലാവരുടെ ഫ്രണ്ടിലേക്ക് കയറി നിന്നു. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. എൻ്റെ മുന്നിൽ ഒരു 40 വയസ്സൊക്കെ വരുന്ന ആണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഡോർ തുറക്കാൻ നോക്കുകയാണ്. പക്ഷെ അവർക്കതിന് പറ്റുന്നില്ല. ആ അയേൺ ഡോറിൻ്റെ എൻറ്റയർ ഫ്രെയിമും വെൽഡ് ചെയ്ത് അടച്ചു വെച്ചേക്കാണ്. ഒന്നും കൂടി ഉറക്കെ തള്ളു, എനിക്ക് 1 മണിക്കൂറിൽ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഒരു വയസ്സായ ആൾ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഡോർ തള്ളിക്കൊണ്ടിരുന്ന ഒരാൾ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ച് ആളുടെ വേർപ്പ് നെറ്റിന്ന് തുടച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ഈ ഡോറിന് കൊടുത്തേക്കുന്ന സീമ് കൂളായി കഴിഞ്ഞു. ഇനി ഒരു സർക്കുലർ സോക്ക് അല്ലാതെ ഈ ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പം നമ്മളിവിടെ ലോക്കായിരിക്കുകയാണോ? സ്ത്രീകളിൽ ഒരാൾ ഉന്മാദത്തിൻ്റെ അതിര് കടന്ന സ്വരത്തിൽ ചോദിച്ചു. എനിക്ക് എവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ജോലിക്ക് പോകണം. എല്ലാവർക്കും ജോലിക്ക് പോകണം. ഡോറ് തള്ളുന്നുണ്ടായിരുന്ന ഒരാൾ ആ സ്ത്രീയുടെ മേലെ ചൂടായിട്ട് പറഞ്ഞു. പക്ഷെ ഡോറ് ലോക്കായിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്താ വെച്ച് ഏതോ ഒരു കുട്ടി പ്രാങ്ക് ചെയ്തതിൻ്റെ പേരിൽ നമ്മളിവിടെ ലോക്ക് ചെയ്തിരിക്കാൻ പോകണോ? ഒരു മനുഷ്യൻ്റെ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി ഇത്രയും വരുമോ എന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു ടോണിൽ ആ സ്ത്രീ മറുപടി കൊടുത്തു. അപ്പോൾ ഒരാൾ പറയും, ഇതൊരു പ്രാങ്ക് ആണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാനൊരു വെൽഡറായിട്ട് 17 വർഷം ജോലി ചെയ്തതാണ്. അതുകൊണ്ട് ഈ വെൽഡിങ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇത് അകത്തുനിന്ന് വെൽഡ് ചെയ്തിട്ടുള്ളതാണ്.
ആരും പുറത്തുനിന്ന് ഒന്നും ചെയ്തിട്ടുള്ളതല്ല. ഇത് കേട്ട് എല്ലാവരും ഒന്ന് പോസായി. എല്ലാവരും സൈലന്റ്. ഇയാൾ പറഞ്ഞതിന്റെ മീനിങ് അവർക്ക് മനസ്സിലായി. ആരോ ഒരാള് നമ്മുടെ ഒപ്പം തന്നെ അകത്ത് നമ്മളെല്ലാരും വെച്ച് അയാളും അകത്ത് ലോക്കാക്കിയിരിക്കുന്നു. പക്ഷെ എന്തിന് ഇങ്ങനൊരു കാര്യം ആരാ ചെയ്യാ എന്ന് ഞാൻ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒച്ച വെച്ച് പറഞ്ഞു. തീർച്ചയായും ഏതോ ഒരു ഭ്രാന്തനാണ്. ഒരു വൃദ്ധ പെറുവിറുത്തു. അവൾ എന്റെ കണ്ണുകളിലേക്ക് ദുഷ്ടമായൊന്ന് നോക്കി. എന്നിട്ട് എന്റെ കൈ പിടിച്ചു വലിച്ചു. എന്നിട്ട് ചോദിച്ചു, പറ, നീ ഏത് അപ്പാർട്ട്മെന്റിൽ നിന്നാ? നിന്നെ ഇവിടെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. വൃദ്ധ ആ വാതിലിലേക്ക് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീയും നിന്റെ ഒന്നിനും കൊള്ളാത്ത സുഹൃത്തുക്കളല്ലേ ഇത് ചെയ്തത്? ഞങ്ങളെല്ലാവരും കൊന്ന് ഞങ്ങളെല്ലാവരെയും പൈസ മോഷ്ടിച്ച് പോകാനല്ലേ നിന്റെ പ്ലാൻ? ഓരോ വാചകം കഴിയും തോറും അവളുടെ ശബ്ദം പിന്നെയും ഉയർന്നുയർന്നു വന്നു. പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാവരുടെയും സെന്റർ ഓഫ് അറ്റൻഷനായി. അവരെല്ലാവരും ഭയങ്കര അനോയ്ഡ് ആയിരുന്നു, ഇറിറ്റേറ്റഡ് ആയിരുന്നു. എന്നെ കാണുമ്പോൾ അവർക്ക് ദേഷ്യമായിരുന്നു. എനിക്ക് ആ സാഹചര്യം വളരെ വേഗത്തിൽ തന്നെ ശാന്തമാക്കണമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒറ്റ പീസായിട്ട് അപ്പാർട്ട്മെന്റിൽ എത്തില്ല. ഞാൻ തമാര വാസിൽവേനിയുടെ ചെറുമകനാണ്. ഈ സത്യമായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ ഒരു എക്സ്ക്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് വളരെ ദേഷ്യം തോന്നി. ഞാൻ വിശദീകരിച്ചു, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതേ ഉള്ളൂ. അവന് വെറുതെ വിടിക്കളവി. ആൾക്കൂട്ടത്തിന്റെ ഉള്ളിലുള്ള ഒരാൾ ഇടപെട്ടു. ഈ പയ്യനെ ഞാൻ അവിടെ പലതവണ കണ്ടിട്ടുണ്ട്. അവൻ നല്ലൊരു ചെറുക്കനാ. എന്റെ ബാഗുകൾ എടുക്കാനൊക്കെ ഒരുപാട് തവണ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ആ വൃദ്ധ ചമ്മിപ്പോയി. ആ വൃദ്ധ എന്നൊരു മരണ നോട്ടം നോക്കി. പക്ഷെ ഭാഗ്യത്തിന് പിന്നെ എന്നെ ഒന്നും പറയാൻ വന്നില്ല. എന്റെ പിറകിലുള്ള ഡോർബെൽ റിംഗ് ആയി. ആൾക്കൂട്ടത്തിൽ നിന്നാരോ ഒന്നാം നിലയിലെ നെയ്ബേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കായിരുന്നു. തുറക്കൂ എന്നൊരാളുടെ നിലവിളിയും ഒപ്പം വാതിലിൽ ഉറക്കെ തട്ടുന്ന ശബ്ദവും. ഈ ഡോർ സ്റ്റക്കാണ്, എനിക്ക് ജോലിക്ക് പോകണം, അവരെ നിങ്ങൾ എങ്ങനെ സഹായിക്കും? ആൾക്കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. ഞാൻ ജനലിൽ കൂടി കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കും എന്നാണ് റിപ്ലൈ കൊടുത്തു. വിഡ്ഢിത്തരം പറയരുത്. ഒന്നാം നിലയിലെ എല്ലാ ജനലുകളും തുരുമ്പിടിച്ചിരിക്കുകയാണെന്ന് ഒരാൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ അത് കേട്ടില്ല. മാത്രല്ല, ആദ്യം ഒരാൾ വാതിലിൽ തട്ടുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. ഇപ്പൊ നിരവധി ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് വാതിൽ തട്ടുന്ന ശബ്ദമാണ് കേൾക്കാനുള്ളത്. ഹലോ, വാതിലൊന്ന് തുറക്കോ? എനിക്കിത് തുറക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരു ശബ്ദം വെൽഡ് ചെയ്ത വാതിലിന്റെ അപ്പുറത്ത് നിന്ന് കേട്ടു. ഈ ഡോറ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ താമസിക്കുന്ന ആരോ പുറത്ത് കുടുങ്ങിപ്പോയി. ഇത്രയും രാവിലെ അവർ ഈ ബിൽഡിങ്ങിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ചിലപ്പോൾ അവർ ഗ്രോസറീസ് വാങ്ങാൻ പോയതായിരിക്കാം, അല്ലെങ്കിൽ മോർണിംഗ് ജോഗിങ്ങിന് പോയതായിരിക്കാം, അല്ലെങ്കിൽ അതൊരു പോസ്റ്റ്മാൻ ആയിരിക്കാം. ആരാണെങ്കിലും ഇപ്പൊ അതൊരു പ്രശ്നമല്ല. ആളുകളെല്ലാവരും ഒരേ സമയം സംസാരിച്ചു തുടങ്ങി. ആ മനുഷ്യനോട് ഇവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. സഹായത്തിനായി ആളെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവനോട് സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവരുടെയൊക്കെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് ഒരിക്കലും അവസരം ലഭിച്ചില്ല. എന്റെ ദൈവമേ, എന്താ അത്? ആ മനുഷ്യൻ ഭയന്ന് നിലവിളിച്ചു. അയാൾ പറയുന്നത് കേട്ട് ആ ജനക്കൂട്ടം മുഴുവൻ നിശബ്ദരായി. ആ മനുഷ്യന്റെ ശബ്ദത്തിലെ ഭയം ഭയങ്കര റിയൽ ആയിരുന്നു. അയാൾ ഭയപ്പെടുത്തുന്ന എന്തോ കണ്ടു എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയം ഉണ്ടായിരുന്നില്ല. വാതിൽ തുറക്കാൻ ആഗ്രഹിച്ച അവൻ വാതിലിന്റെ ഹാൻഡിൽ പിടിച്ച് വലിച്ചപ്പോൾ വാതിൽ കുലുങ്ങാൻ തുടങ്ങി. ദയവേത് തന്നെ അകത്തേക്ക് കടത്തു. വാതിൽ തുറക്കാനുള്ള ശക്തി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആള് പിന്നെയും ഡോർ തള്ളിക്കൊണ്ട് പറഞ്ഞു. എന്തായാലും അയാൾ ഇത്രമാത്രം പേടിപ്പിച്ച കാഴ്ച എന്താണെന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി. ഒരു വലിയ വായുടെ വലിയ പല്ലുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, കനത്തൊരു മുരൾച്ച, കയ്യിലെ നഖങ്ങളൊക്കെ നിലത്തിട്ടുറയ്ക്കുന്ന ശബ്ദം. ഓരോ സെക്കൻഡും അതിൻ്റെയൊക്കെ ശബ്ദം കൂടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ വിധിയെക്കുറിച്ചോർത്തുള്ള ആശങ്ക അതേസമയം ഞങ്ങളെയും കീഴ്പ്പെടുത്തി. നമ്മുടെ സ്വന്തക്കാരെ ഒരു സിംഹം ഓടിപ്പിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ പൂർവികർക്ക് തോന്നിയ ഫീലിംഗ് ഇതായിരിക്കാം. ഇവിടെ നോട്, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഓടി രക്ഷപ്പെടും, ജനക്കൂട്ടം മാറത്ത് വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഒരു വലിയ ശബ്ദത്തോടെ വാതിൽ കുലുങ്ങി. ആ അജ്ഞാത ജീവി ആ മനുഷ്യന്റെ മേലെ ഇടിച്ചു കയറി. എന്നിട്ട് ആളെ ആ ഇരുമ്പ് വാതിലിലേക്ക് അമർത്തി പിടിച്ചു. അത് അയാളെ വലിച്ചു കീറുകയും ആ മനുഷ്യനെ ശരിക്ക് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് മുരളുന്ന ശബ്ദം എനിക്ക് കേൾക്കായിരുന്നു. പക്ഷെ അത് ഏത് ജീവിയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. വാതിൽ വീണ്ടും വീണ്ടും വിറച്ചു. ആ ജീവി ആ മനുഷ്യനെ ആ ഡോറിലേക്ക് എടുത്ത് എറിയുമ്പോഴല്ല, ആ മനുഷ്യൻ ചെറുത്തു നിൽക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ജീവി ആ മനുഷ്യന്റെ തൊണ്ടയ്ക്ക് പിടിക്കുന്നത് വരെ അയാൾ അലറിക്കൊണ്ടേയിരുന്നു. കൂട്ടത്തിൽ ഒരാൾ പെട്ടെന്ന് ഭയത്തിൽ നീങ്ങി. ആരെങ്കിലും അയാളെ ഒന്ന് സഹായിക്കൂ. ജനക്കൂട്ടത്തിന്റെ പിന്നിൽ നിന്ന് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു. ആരും അനങ്ങിയില്ല.
ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പുറത്തു നിൽക്കുന്ന ജീവിയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരും സംരക്ഷിക്കുന്ന ആ ഇരുമ്പ് വാതിൽ തന്നെയാണ് ആ മനുഷ്യനിൽ നിന്നും ഞങ്ങളെ വേർപെടുത്തി വെച്ചിരിക്കുന്നത്. അവൻ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പക്ഷെ എന്നാലും അവൻ ഒറ്റയ്ക്ക് മരിക്കേണ്ടി വന്നു. വാതിലിൽ വീണ്ടും ഒരു ഇടിമുഴക്കം ഉണ്ടായി. ജനക്കൂട്ടമല്ല പിന്നോട്ട് തള്ളി മാറി നിന്നു. ആ ജീവി ആ മെറ്റൽ ഡോറ് പരിശോധിക്കുകയായിരുന്നു. ഇത്രയും പേര് ഇതിനകത്തുണ്ട് എന്ന കാര്യം ആ ജീവിക്ക് കേൾക്കാമായിരുന്നു. ഭാഗ്യവശാൽ ഡോറ് അനങ്ങാതെ തന്നെ നിന്നു. ആരാണോ ഈ വെൽഡിംഗ് പണി ചെയ്തത്, ആള് നല്ല വൃത്തിക്ക് തന്നെ ആ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ജീവി നിശബ്ദമായി. അതവിടെ നിന്ന് പോയതാണോ അതോ വാതിലിന് പുറകിൽ തക്ക സമയം നോക്കി വെയിറ്റ് ചെയ്യാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതവിടെ നിന്ന് പോയതാണോ അതോ വാതിലിന് പുറകിൽ തക്ക സമയം നോക്കി വെയിറ്റ് ചെയ്യാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിൽ രണ്ടിൽ ഏതാണ് ശരിയെന്ന് നോക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോഴാണ് ഞങ്ങൾ ആ ശബ്ദം കേൾക്കുന്നത്. സൈറണുകൾ. വയസ്സായ തുരുമ്പ് പിടിച്ച ആ സൈറൺ പതിറ്റാണ്ടുകളുടെ ഉറക്കത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു ദുരന്തത്തെക്കുറിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ. വർഷങ്ങളുടെ ഉറക്കം അവർക്ക് ഒരു ഗുണവും ചെയ്തില്ല. ആ ശബ്ദം പതുക്കെയാണ് കേട്ടത്. പക്ഷെ ഓരോ നിമിഷവും ആ സൈറന്റെ യാന്ത്രികമായ കോഡുകൾ നീണ്ടു നിൽക്കുകയും ചൂടുപിടിക്കുകയും ചെയ്തപ്പോൾ സൈറന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി. എല്ലാവരും ഒരിക്കലും കേൾക്കരുതേ എന്ന് പ്രതീക്ഷിച്ചിരുന്ന പരിചിതമായ ശബ്ദം എല്ലാവരുടെയും മുഴങ്ങിത്തുടങ്ങി. സൈറണുകൾ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചില പോസുകളിൽ പുറത്തെ പട്ടണത്തിന്റെ ആരവം ശാന്തമാവുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എല്ലാവരും ഒഴിഞ്ഞുപോയി. അതോടെ പുറത്തെ ബഹളം ഇല്ലാതായി. ഞങ്ങൾ മാത്രം ഒറ്റയ്ക്കായി. അപകടകരമായ എന്തോ ഒന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ചുറ്റും ചുറ്റിത്തിരിയുമ്പോൾ ദൂരെ നിന്ന് അലർച്ചയും മുരൾച്ചയൊക്കെ എനിക്ക് കേൾക്കാം. അതിന്റെ ശബ്ദം ഏതാണ്ട് മനുഷ്യ ശബ്ദം പോലെയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായി. അതിന്റെ അലർച്ചയ്ക്ക് ശേഷം ഒരു മനുഷ്യന്റെ നിലവിളി കേൾക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവും അത് ആ ജീവിയാണെന്ന്. ഇനി ഈ താമസക്കാരുടെ ഇടയിലൊക്കെ ഒരു പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നാം. ഈ റഷ്യൻ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഗിവ് എ. ഇതെനിക്ക് വളരെ ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. പോലീസ് അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവർ ശാന്തരായി. അവരുടെ ന്യായവാദം ഇതൊക്കെ ആയിരിക്കും. ഈ മതിലുകൾക്കുള്ളിൽ സേഫ് ആയിട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് പേടിക്കണം? കുറച്ചു ദിവസം വീട്ടിലിരുന്ന് ഇപ്പൊ എന്താ സംഭവിക്കുക? പുറത്തേക്ക് ഇറങ്ങുന്നത് അപകടമാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം? ഞാൻ 90കളൊക്കെ ജീവിച്ചു വന്നതാ. ഇതൊക്കെ എന്നെ പേടിപ്പെടുത്തുന്നതാണോ നിങ്ങളുടെ വിചാരം? അതുകൊണ്ട് എല്ലാവരും അതൃപ്തരായിരുന്നെങ്കിലും അവരവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ശരി, അവര് ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്കും വേറെ വഴികളൊന്നുമില്ല. നമ്മുടെ കോട്ടയിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാരുടെ ഒപ്പം നിൽക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അവരത്രയും സുഖകരമായ കൂട്ടാളികളല്ലെങ്കിൽ കൂടി പുറത്തു പോകുന്നതിനെക്കാട്ടും ഭേദം ഇവിടെ നിൽക്കുന്നതല്ലേ. മാത്രല്ല എൻ്റെ ജീവന് ഉടനടി ഒരു ആപത്ത് വരില്ല അല്ലേ? ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പം അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പൂട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നി തുടങ്ങി ഞാൻ വിചാരിച്ചത്ര ഞാൻ പ്രൊട്ടക്റ്റഡ് ആണോ എന്ന്. ഇന്നാണ് ഞങ്ങൾ സ്ഥലം വിടാൻ തീരുമാനിച്ച ദിവസം. പക്ഷെ സംഭവിച്ചതെല്ലാം കണക്കിലെടുത്താൽ ഞങ്ങൾക്ക് ഉടനെ ഒന്നും ഇവിടെ വിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വെള്ളവും വൈദ്യുതിയും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് സർപ്രൈസിങ് ആണ്. എന്നാലും ഞാൻ എൻ്റെ ബാത്ത് ടബ് മുഴുവൻ വെള്ളം തുറന്നു. ഇനി എങ്ങാനും വെള്ളം നിന്ന് പോയാലോ, വെള്ളം കിട്ടാതായാലോ? ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കേടുവരുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. ആദ്യം ഫ്രിഡ്ജ് വൃത്തിയാക്കി, അതിനുശേഷം ഈ ഗ്രെയിൻസും പൊട്ടാറ്റോസും ഒക്കെ കഴിച്ചു തുടങ്ങാം. ഫോണുകളൊന്നും വർക്ക് ആവുന്നില്ല. VPN ഇല്ലാതെ ഇന്റർനെറ്റും കിട്ടുന്നില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ഈ ലോക്കൽ ISPയിൽ വർക്ക് ചെയ്യുന്ന ആർക്ക് ബുദ്ധി. ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി. പക്ഷെ പിന്നീട് അവർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നു. ഞങ്ങളെ രക്ഷിക്കാൻ ആരും വരുന്നില്ല. എല്ലാം പെട്ടെന്ന് തന്നെ അവസാനിക്കും, നിങ്ങൾ അകത്ത് തന്നെ ഇരിക്കൂ എന്നാണ് അവർ പറഞ്ഞത്. ആളുകൾ അവരവരുടെ ബന്ധുക്കളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഫോണുകളെല്ലാം ഓഫായി പോയി. അതിനുശേഷം ഞങ്ങൾക്ക് സൈലന്റ് ആയിട്ട് നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥര് ഞങ്ങളെ പാനിക് ആക്കാതെ നോക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ രാജ്യത്തിന് മറ്റു ഭാഗക്കാര് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയുന്നില്ലായിരിക്കാം. ഇതിൽ അതിശയമൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ദുരന്തങ്ങൾ മറച്ചു വെക്കുന്നതിൽ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ആ ജീവി വളരെ ആക്റ്റീവായിരുന്നു. ഞാൻ അതിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പിന്നീട് ഞാൻ റൂമേഴ്സിലൂടെ കേട്ടു.
താമസക്കാരിൽ ഒരാളുടെ ജനാലകൾക്കിടയിൽ അത് പതിയിരുന്നത് കണ്ടിട്ടുണ്ടെന്ന്. ചില സമയങ്ങളിൽ ഞങ്ങൾ അതിന്റെ അലർച്ചകളും മൂരൾച്ചകളും എല്ലാം കേൾക്കുമായിരുന്നു. അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം ആ ബിൽഡിംഗ് മുഴുവൻ നിശബ്ദമാവും. അതിന്റെ ശബ്ദങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കാനും അതെത്ര ദൂരെയാണുള്ളത് എന്ന് മനസ്സിലാക്കാനും. ശനിയാഴ്ച ഞങ്ങൾ അതിന്റെ ശബ്ദം കേട്ടിട്ടില്ല. ചില കാറിന്റെ അലാംസ് മാത്രമായിരുന്നു ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തരുന്ന ഒരു സൂചനയായിരുന്നു അത്. സൺഡേ ഞങ്ങൾ ആ ജീവിയെ കണ്ടിട്ടില്ല. ഇപ്പോഴത്തേക്ക് പകൽ സമയങ്ങളിൽ ഞങ്ങൾ അതിനെ കണ്ടിട്ടില്ല. ഇതൊക്കെ കാരണം കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ അവസാനിക്കും എന്ന് ആളുകൾ വിശ്വസിച്ചു. ആദ്യ ദിവസം എല്ലാവരും അവരുടെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരുന്നെങ്കിലും രണ്ടാം ദിവസം അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആളുകളെല്ലാം പടി ഇറങ്ങി കയറി നെയ്ബേഴ്സിനോടെല്ലാം സംസാരിച്ച് അവരെ ഡിന്നറിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് നടന്നു. ഈ ആളുകൾ ഇത്രയും സാമൂഹികമായി പെരുമാറുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ അവരൊക്കെ നമ്മളെ ഒരു മരണനോട്ടം മാത്രമേ നോക്കാറുള്ളൂ. പാത്രങ്ങളുടെയും കപ്പുകളുടെയും ശബ്ദവും കെറ്റിലുകളുടെയും വിസിലടിയും കുടിയന്മാർ കൂട്ടുകൂടി നിൽക്കുമ്പോഴുള്ള അവരുടെ ശബ്ദവും എല്ലാം എനിക്ക് കേൾക്കായിരുന്നു. എനിക്ക് അവരെ മനസ്സിലാവും. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുൻനിരയിലുള്ള സൈനികർ പോലും ഒന്നും സംഭവിക്കാത്തപ്പോൾ അനുഭവപ്പെടുന്ന വിരസത എത്രത്തോളം അസഹനീയമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല, പ്രയാസങ്ങളുള്ള സമയത്ത് ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവ് പ്രകൃതി നമുക്ക് തന്നിട്ടുമുണ്ട്. അങ്ങനെ എൻ്റെ ദിവസങ്ങൾ ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് എൻ്റെ ആകെയുള്ള ഒരു ഫ്രണ്ട് നികിത, 5ാം നിലയിൽ താമസിക്കുന്ന ആളെ സന്ദർശിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഈ ബിൽഡിങ്ങിലേക്ക് താമസം മാറിയത് മുതൽ ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോൾ അവൻ എന്നെ ശ്രദ്ധിച്ച് എന്നെ ചായ കുടിക്കാൻ ഇൻവൈറ്റ് ചെയ്തു. അവനൊരു സാധാരണക്കാരനായിരുന്നു, ഒരു സാധാരണ ടേബിൾ ടോപ്പ് ഗെയിമർ. പണ്ടൊക്കെ ഞാനും അവനും അവൻ്റെ ഗേൾഫ്രണ്ടും കൂടി മൊണോപ്ലിയും ജാക്കലും ഒക്കെ കളിച്ച് ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ട്. ഡോറ് തുറന്നത് അവളായിരുന്നു. അവളുടെ മുഖത്തെ ഭാവം കണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി എന്തോ വേണ്ടാത്തത് സംഭവിച്ചിട്ടുണ്ട്. എല്ലാം തുടങ്ങുന്നതിന് മുൻപുള്ള രാത്രിയിൽ നികിത അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു. നതാശ എക്സ്പ്ലെയിൻ ചെയ്തു. അവൻ രാവിലെ വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു. വെള്ളിയാഴ്ച ഒരു ദിവസം ലീവ് എടുത്ത് ഞങ്ങൾ പട്ടണത്തിന്റെ പുറത്തേക്ക് പോവേണ്ടതായിരുന്നു. പക്ഷെ അവൻ കൃത്യസമയത്ത് എത്തിയില്ല. അവൾ കരഞ്ഞില്ല, പക്ഷെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ മണിക്കൂറുകളോളം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സപ്പോർട്ട് അവൾക്ക് വേണമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ഉള്ളിലേക്ക് കയറി. ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് അവൾക്ക് പേടി തോന്നുന്നു എന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. സൈറണുകൾ മുഴങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ ബിൽഡിങ്ങിന്റെ അടുത്തായിരുന്നു എന്നും കറുത്ത 2 കൈകൾ അവനെ ഇരുട്ടിലേക്ക് വലിച്ചഴിക്കുന്ന പേടി സ്വപ്നങ്ങൾ അവൾ കാണുന്നുണ്ടെന്നും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ ഒരാൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിയാത്ത കാര്യം അവൾ കേട്ടതായും അത് അവനാണെന്ന് അവൾ ഭയപ്പെട്ടതായും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവൾക്ക് റിയഷ്യൂർ ചെയ്ത് കൊടുത്തു അങ്ങനെയൊന്നല്ല കാര്യങ്ങളെന്ന്. ആ സമയത്ത് ഞാൻ താഴെ ഉണ്ടായിരുന്നെന്നും അയാളുടെ കരച്ചിൽ നിക്കിത്തയുടെ ആണെങ്കിൽ അത് നിക്കിത്തയാണെന്ന് എനിക്ക് മനസ്സിലാവും എന്നും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് സമാധാനം തോന്നി. എന്നാലും അവൾ സ്ട്രെസ്ഡ് ആയിരുന്നു. അതിനുശേഷം ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. മുകളിൽ നിന്ന് കാലച്ച കേട്ടിട്ട് അവൾ ഉറക്കമുണരും. അത് നിക്കിത്ത ആവണേ എന്ന് അവൾ ആഗ്രഹിക്കും. പക്ഷെ അവൾക്കറിയായിരുന്നു അതൊരിക്കലും നിക്കിത്ത ആവാൻ ചാൻസ് ഇല്ല എന്ന്. നതാശയോട് സംസാരിച്ച് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഹാൾവേയിൽ വെച്ച് ആ ഒരു പ്രൊഫഷണൽ വെൽഡർ ആണെന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടു. അയാൾ ഒരു ബോക്സ് നിറയെ ചായയും കൊണ്ട് ആളുടെ നെയ്ബറിന്റെ അടുത്തേക്ക് പോവായിരുന്നു. ക്യൂരിയോസിറ്റി കാരണം ഞാൻ അയാളുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തി. ആ വെൽഡിങ് കണ്ടിട്ട് ആ വെൽഡറിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. എല്ലായിടത്തും വെൽഡിങ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞു. വെൽഡിങ് പണിയൊക്കെ നല്ലതാണ്, അതുകൊണ്ട് ഇത് ചെയ്ത ആൾക്ക് പണി നല്ലോണം അറിയാം. പക്ഷെ ചില സ്ഥലങ്ങളിൽ, ചില കോർണറുകളിൽ വെൽഡിങ് അത്രയും നന്നായിട്ടില്ല. ഇത് ചെയ്ത ആള് ധൃതിയിലാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ കുടിച്ചിട്ടും ഉണ്ടാകണം. കാരണം അയാളുടെ കൈകൾ നല്ലപോലെ വിറച്ചിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായില്ല. കുറ്റവാളി ഈ കെട്ടിടത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ 4 സെപ്പറേറ്റ് സ്റ്റേഴ്സ്, 5 ഫ്ലോർസ്, 4 അപ്പാർട്ട്മെന്റ്സ്, അല്ലെങ്കിൽ ഈച്ച് ഫ്ലോർ ഗ്രൂപ്പ്ഡ് അറൗണ്ട് എ സ്റ്റെയർവെൽ. അപ്പോൾ 80 അപ്പാർട്ട്മെന്റ് ടോട്ടൽ. എലിമിനേഷൻ ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് അയാളെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു സമയത്താണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ മറ്റ് നല്ല കാര്യങ്ങൾ വേറെ ഒന്നും ഇല്ലതാനും. വാതിലുകൾ പരിശോധിച്ച് സൂചനകൾ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എൻ്റെ ഒരു നല്ല 1 മണിക്കൂർ വേസ്റ്റാക്കി. എനിക്കാകെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ഒരു സിഗരറ്റ് കുറ്റി മാത്രമാണ്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അല്ലായിരിക്കാം. ഒരു റഷ്യൻ ബ്രാൻഡായ സോയൂസ് അപ്പോളോ. ശരിക്കും വൃത്തികെട്ട സാധനം. ഈ സാധനം നമ്മുടെ ശ്വാസകോശം ചുമച്ച് പുറത്ത് തുപ്പിച്ച് കളയും. ഓരോ പടിയിലും പെയിന്റിന്റെ ക്യാനുകൾ ആഷ്ട്രേസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ ഫോളോ ചെയ്തു പോയാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. 60-ന് മുകളിൽ പ്രായം വരുന്ന ഒരു വൃദ്ധൻ എൻ്റെ വാതിലിൽ തട്ടി.
അയാൾ ഇൻസുലിൻ അന്വേഷിക്കുകയായിരുന്നു. നമ്മളെല്ലാവരും ലോക്കായി പോയ ആ ദിവസം രാവിലെ അയാൾ അടുത്തുള്ള ഡ്രഗ് സ്റ്റോറിൽ നിന്ന് അത് വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ മരുന്നും തീർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ അയാൾക്ക് അത് നല്ല ആവശ്യമുണ്ട്. ആളുടെ മരുന്ന് അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയം തനിക്ക് എതിരാണെന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അയാൾക്ക് വേറെ ആളുകളുടെ അടുത്ത് പോയി ഇൻസുലിൻ ഉണ്ടോ എന്ന് ചോദിക്കുകയല്ലാതെ വേറെ മാർഗവും ഇല്ല. എൻ്റെ അത് ശരിക്കും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചു, ഇവിടെയുള്ള മറ്റ് താമസക്കാർ അവരിൽ ഉണ്ടായിട്ടും ഇല്ല എന്ന് ഇയാളോട് പറഞ്ഞു കാണുമെന്ന്. ഇയാളെ കണ്ടതായി ഞാൻ ഓർക്കാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു അയാൾ താഴെയുള്ളതാണെന്ന്. താഴെ ഓരോ നെയ്ബേഴ്സിനോടും ചോദിച്ച് വന്നതാണെന്ന്. എല്ലാവരും പറഞ്ഞത് അവരുടെ ഇൻസുലിൻ ഇല്ല എന്ന്. ഡ്രഗ് സ്റ്റോറിലൊക്കെ ഇൻസുലിൻ്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടതായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇയാളുടെ അടുത്ത് ഇൻസുലിൻ കുറവ് വന്നത്. ആ ഡ്രഗ് സ്റ്റോർ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. അയാൾ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. എനിക്ക് അവരെൻ്റെ ജനൽ വഴി കാണാം. ഒരു പുതിയ ബാച്ച് ഫ്രൈഡേ മോർണിംഗിൽ കൊണ്ടുവരേണ്ടതായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി ഞാൻ താഴെ പോയപ്പോഴാണ് നമ്മുടെ ഡോർ വെൽഡ് ചെയ്തതായി കാണുന്നത്. അയാളുടെ അവസാനത്തെ സെൻറ്റൻസ് എന്നിൽ കൗതുകം ഉണർത്തി. ഞാൻ ചോദിച്ചു, എത്ര മണിക്കാണ് നിങ്ങൾ ഇൻസുലിൻ വാങ്ങാൻ ഇറങ്ങിയത്? ആൾ പറഞ്ഞു, ഒരു 6 മണിക്ക്. ഇൻസുലിൻ വരുന്ന ട്രക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ വരൂ എന്ന് ഫാർമസിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ രാവിലെ പോയി ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് വാങ്ങാവുന്ന അത്ര വാങ്ങാലോ എന്ന് കരുതി ഇറങ്ങിയതാണ്. ഈ കാര്യം എന്നെ വളരെയധികം വേദനിപ്പിച്ചു. പക്ഷേ ഇതെനിക്കൊരു സൂചനയും നൽകി. കുറ്റവാളി 6 മണിക്ക് മുൻപ് താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാവണം. ഇൻസുലിൻ ആവശ്യമുള്ള വൃദ്ധന് ഈ റൂഫിലേക്ക് കയറി വരാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറ്റവാളിക്ക് ഇതേ കാര്യം ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അയാളായിരിക്കും അന്ന് നതാശയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം. പെട്ടെന്ന് തന്നെ ഒരു ഹൊറിബിളായ കൺക്ലൂഷനിലേക്ക് ചാടാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും റൂഫിന്റെ മേലെ ഉണ്ടെങ്കിൽ തന്നെ അത് ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ചാൻസും വിട്ടുകളയില്ല. അൺലെസ് ആ സാധനം ഈ അപ്പാർട്ട്മെന്റിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ. നമുക്ക് എങ്ങനെ ഇതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാം എന്നുള്ളൊരു ടോക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ബെഡ്ഷീറ്റുകൾ ഉപയോഗിച്ച് കയറുണ്ടാക്കുക, എന്നിട്ട് വിൻഡോയിൽ നിന്ന് താഴെ ഇടുക, എന്നിട്ട് ഓരോരുത്തരായി അതിൽ നിന്ന് പിടിച്ചിറങ്ങിയിട്ട് ടൗൺ കടന്നു പോവുക. നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇന്നായിരുന്നു ആ പ്ലാൻ നടക്കേണ്ടിയിരുന്ന ദിവസം. പക്ഷെ അത് നടന്നില്ല. കഴിഞ്ഞ രാത്രി ഞാനൊരു ശബ്ദം കേട്ടുണർന്നു. ഞാൻ കണ്ണു തുറന്നപ്പോഴേക്കും അതെല്ലാം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കേട്ടത് എന്താണെന്ന് എനിക്കറിയാം. ആ ഒരു സ്ക്രീം, ആ ഒരു മുരൾച്ച, ആ ബീസ്റ്റ് അഥവാ ആ ഒരു മൃഗം ഉണ്ടാക്കിയ ശബ്ദത്തിനെ പോലെയുള്ളൊരു ശബ്ദം. പക്ഷെ അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ഇരുട്ടത്ത് എൻ്റെ കണ്ണും മിഴിച്ച് കിടന്നു, അതിൻ്റെ ശബ്ദം ഒന്നും കൂടെ കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഉണ്ടായത് നിശബ്ദത മാത്രം. പിന്നെ ഞാൻ മുകളിൽ നിന്ന് കാലച്ച കേട്ടു. ആ ശബ്ദം കേട്ട് ഞാൻ മാത്രമല്ല ഉണർന്നത് എന്ന് തോന്നുന്നു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഫോണിലേക്ക് നോക്കിയപ്പോൾ സമയം 3 മണി. ഞാൻ ഉറങ്ങാൻ വേണ്ടി പിന്നെയും കിടന്നു. പക്ഷേ എൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ശബ്ദം എന്നെ ഉറങ്ങാൻ അനുവദിച്ചില്ല. എന്നാൽ ഞാൻ ഇനി ഉറങ്ങുന്നില്ല എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് ഞാൻ ബാൽക്കണിയിലേക്ക് നടന്നു. ഓ ഹേ ദേർ, എൻ്റെ നെയ്ബർ മാക്സിൻ അവൻ്റെ ബാൽക്കണിയിൽ നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ 2 പേരുടെ ബാൽക്കണി തമ്മിൽ അധിക ദൂരമില്ല. അവൻ ഗ്രീറ്റ് ചെയ്തത് കേട്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചു. അവൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ഇതൊരു ഡിസംബർ മാസം ആണെങ്കിൽ പോലും അവൻ ഇട്ടിട്ടുള്ളത് ഒരു അണ്ടർവെയർ മാത്രമാണ്. നീയോ അത് കേട്ടോ? അവൻ എൻ്റെ സിഗരറ്റ് കാട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ അതേ എന്ന് തലയാട്ടിക്കൊണ്ട് ചോദിച്ചു, ആ സാധനം തിരിച്ചു വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശബ്ദം കേട്ടിട്ട് അതിനെ പോലെ ഇല്ല. മാക്സിമിന്റെ മറുപടി എൻ്റെ സംശയത്തെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി. അതിൻ്റെ ശബ്ദം ഡിഫറെൻ്റ് ആയിരുന്നു, ഒരു ഡിഫറെൻറ്റ് ബ്രീഡിനെ പോലെ. അതെ, എനിക്കും അത് തോന്നി. എനിക്ക് ഒരു സിഗരറ്റ് തരുമോ എന്ന് ഞാൻ മാക്സിമിനോട് ചോദിച്ചിട്ട് കൈ നീട്ടി. അവൻ ആ സിഗരറ്റിൻ്റെ പാക്ക് മുഴുവൻ എൻ്റെ അടുത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ എടുത്തോ, നിനക്ക് ചിലപ്പോൾ ഇത് ആവശ്യം വരും. ഒരു സിഗരറ്റ് എടുക്കുന്നതിന് മുൻപ് ഞാൻ ആ പാക്ക് ശ്രദ്ധിച്ചു. സോയൂസ് അപ്പോളോ. എൻ്റെ ക്യൂരിയോസിറ്റി ഇടിച്ചു കയറി. പക്ഷെ ഞാനത് അടക്കി പിടിച്ചു. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ആലോചിക്കേണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം സൈലൻ്റ് ആയി നിന്ന് സ്മോക്ക് ചെയ്തു. എന്നിട്ട് മാക്സിം എന്നോട് പറഞ്ഞു, അപ്പാർട്ട്മെന്റ് മുഴുവൻ ഒരു കെയോസ് ആണ്, എല്ലാവരും പേടിച്ചിട്ടാണുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണം. എങ്ങനെ? വണ്ടർ അടിച്ച് ഞാൻ ചോദിച്ചു. എനിക്കും അറിയില്ല എന്ന് പറഞ്ഞ് മാക്സിം അവൻ്റെ ഷോൾഡർ കുലുക്കി. പക്ഷേ ആണുങ്ങളെന്ന നിലയ്ക്ക് ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഉറപ്പായും എന്തെങ്കിലും. അവൻ ആ സെന്റൻസ് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഒരു മരക്കൊമ്പ് ഒടിയുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് സൈലൻ്റായി. എന്തോ താഴെ അനങ്ങുന്നുണ്ട്. ഞാൻ കൃത്യസമയത്താണ് നോക്കിയത്. കാട്ടിലേക്ക് വലിയ എന്തോ ഒന്ന്
കയറി പോകുന്നത് ഞാൻ കണ്ടു. പേടിച്ചെൻ്റെ രക്തം മരവിച്ചതുപോലെ എനിക്ക് തോന്നി. ഞങ്ങളിങ്ങനെ ഉല്ലസിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബീസ്റ്റ് ഞങ്ങളുടെ കോൺവെർസേഷൻ കേട്ടുകൊണ്ട് താഴെ നിൽക്കുമായിരുന്നു. പക്ഷെ അത് ഞാനോ മാക്സിമോ കണ്ടില്ല. എടാ, നീ അത് കണ്ടോ? മാക്സിം പതിഞ്ഞ സ്വരത്തിൽ എൻ്റെ അടുത്ത് ഒച്ചത്തിൽ ചോദിച്ചു. ഞാൻ കണ്ടില്ല, ഞാൻ വിക്കിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഒളിച്ചിരുന്ന ഞങ്ങളിൽ ഒരാളെ കഴുത്ത് കടിച്ചു പൊട്ടിച്ച് കൊന്ന ആ ജീവി ഇപ്പോൾ എന്നിൽ നിന്ന് ഏതാനും മീറ്റർ അകലെ മാത്രമാണെന്ന് ആലോചിച്ചിട്ട് എൻ്റെ ഞെട്ടൽ മാറിയില്ല. നിൽക്ക്, ഞാൻ ഒന്ന് ഫ്ലാഷ് അടിച്ചു നോക്കട്ടെ. ഞാൻ ഫോണിന് വേണ്ടി പോക്കറ്റിൽ പരതി പുറത്തെടുത്തു. എന്നിട്ട് ഫ്ലാഷ് ലൈറ്റ് കാട്ടിലേക്ക് അടിച്ചു. പക്ഷെ ഫ്ലാഷ് ലൈറ്റ് ഞാൻ അവിടേക്ക് അടിച്ചതും ഞാൻ ഒന്ന് പേടിച്ചിട്ട് എൻ്റെ ഫോൺ താഴെ ഇട്ടു. അത് താഴെ വീഴുന്നതിന് മുന്നേ ഞാൻ പിടിച്ചു. അങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഒരുക്കത്തിലല്ലായിരുന്നു ഞാൻ. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിന് അത്ര പവർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അടിച്ചപ്പോൾ ലൈറ്റ് ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും അത് അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ചില ലൈറ്റ് ഈ മരത്തിൻ്റെ ചില്ലയുടെ ഇടയിലും ഒക്കെ പാസ് ചെയ്ത് ആ ബീസ്റ്റിൻ്റെ, ആ മൃഗത്തിൻ്റെ കണ്ണിൽ വന്നടിച്ചു. അതൊരു പാത്രത്തിൻ്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു. കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് ഞാനും അതും തമ്മിൽ ഒരു സ്റ്റെയറിംഗ് കോൺടെസ്റ്റ് നടന്നു. ഈ ഒരു ജീവിനെ ഇങ്ങനെ കണ്ടിട്ട് ജീവനോടെ നടന്നുപോയി ഈ കഥ എല്ലാവരോടും പറയാൻ പറ്റുന്ന ഏക വ്യക്തി ഞാനായിരിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ജീവി പോയിട്ടില്ല എന്ന്. അതിപ്പോഴും അവിടെ തന്നെയുണ്ട്, തക്കം വറുത്ത് നിൽക്കുകയാണ്. ആ ജീവിയും പോവില്ല, ഞങ്ങളും പോവില്ല. ആളുകളെല്ലാം അവരവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചുപോയി. സ്റ്റെയർ കേസ് എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാൻ നതാശയുടെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു വൃദ്ധ വാതിൽ തുറന്ന് എന്നെ തുറച്ചു നോക്കി. നീ എന്തിനാ ഇവിടെ ചുറ്റി നടക്കുന്നത്? ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് നീ ഇവിടെ കിടന്ന് നടന്ന് ശബ്ദം ഉണ്ടാക്കി എല്ലാവരും പേടിപ്പിക്കാനൊന്നും പറ്റില്ല. ഇന്ന് മാക്സിമം എൻ്റെ വാതിലിൽ മുട്ടി. എന്നിട്ട് കഴിവുള്ള ആണുങ്ങളെല്ലാം ചേർന്ന് ഒരു പൗരസേന ഉണ്ടാക്കാൻ പോവുകയാണെന്നും ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നും ചോദിച്ചു. സമ്മതിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. കഴിവുള്ളവരെല്ലാം ചേരുമ്പോൾ ഞാൻ അവരുടെ ഒപ്പം നിൽക്കുന്നത് ബുദ്ധിയാണ്. മാത്രമല്ല എനിക്ക് മാക്സിമിൻ്റെ മേലെ ഒരു കണ്ണ് വയ്ക്കാനും സാധിക്കും. ആ മൃഗം ഇപ്പം നല്ല ഒളിച്ചുകളി പഠിച്ചു. അതിൻ്റെ അലർച്ചയൊന്നും ഇപ്പം കേൾക്കാനേ ഇല്ല. പക്ഷെ ചില സമയങ്ങളിൽ ജനലിലൂടെ മണിക്കൂറുകളോളം നോക്കിയിരുന്നാൽ ചില്ലകൾക്കിടയിൽ അത് ഒളിഞ്ഞിരിക്കുന്നത് കാണാം. ആ ജീവി കാട്ടിൽ നിന്ന് വന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ്. കൂടുതൽ സമയം അത് അവിടെയാണ് ചെലവഴിക്കുക. ഞങ്ങൾ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് പുറത്തേക്ക് വരും. എൻ്റെ ഫ്രിഡ്ജ് ഇപ്പോൾ കാലിയായി. ഞാൻ ആവുന്ന പോലെ ഭക്ഷണങ്ങളെല്ലാം സൂക്ഷിച്ചുപയോഗിച്ചിട്ടും ഞാൻ വിചാരിച്ചതിനും വേഗത്തിൽ ഭക്ഷണമെല്ലാം തീർന്നുപോയി. പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ ധാന്യമണികളും ഉരുളക്കിഴങ്ങുകളും ഉണ്ട്. ഈ വയസ്സായവരൊന്നും പരാതി പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന അവർക്ക് അടുത്ത മാസം വരെ ഭക്ഷണം എങ്ങനെ വലിച്ചു നീട്ടാം എന്ന് നന്നായി അറിയാം. കൂടാതെ അവർക്ക് വയസ്സായി, കാൽമുട്ടുകളെല്ലാം ദുർബലമാണ്. എല്ലാ ദിവസവും ഈ പലചരക്ക് വാങ്ങാനൊന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സ്റ്റോറിലൊക്കെ വിൽപ്പന നടക്കുമ്പോൾ, സെയിൽ നടക്കുമ്പോൾ ഒക്കെ ഇവർ പോയിട്ട് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി വയ്ക്കും. ആ സെയിലിൽ ടൗണിൻ്റെ അങ്ങേ അറ്റത്താണെങ്കിൽ പോലും അവർ പോയി വാങ്ങും. ഒരു പക്ഷേ അവരൊരു മാസത്തേക്കുള്ള സാധനങ്ങൾ മുൻപേ വാങ്ങി വെച്ചിട്ടുണ്ടാവും. എനിക്കിതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പൈപ്പിലെ വെള്ളത്തിനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് വരാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ബാറ്റബിൽ വെള്ളം നിറച്ച് വെച്ചത്. അതെന്തായാലും നന്നായി. ചില ആളുകളാണെങ്കിൽ ഈ വെള്ളം കുടിക്കരുത് എന്ന് എല്ലാവരോടും പോയി പറയുന്നൊക്കെ ഉണ്ട്. അവരുടെ റീസണിങ് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ട്, പോയ്സൺ കലർത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. പേഴ്സണലി എനിക്കിത് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ശ്രദ്ധിക്കാൻ ആളില്ലാതെ ഒരാഴ്ചയായി പൈപ്പുകളൊക്കെ കേടായതായിരിക്കും. മാക്സിം പൗരസേന രൂപീകരിക്കാൻ തുടങ്ങി. നിലവിൽ അത് വളരെ ചെറുതാണ്. ഞങ്ങൾ സ്റ്റേഴ്സിലും ടെറസിലും മാത്രമേ പട്രോളിംഗ് നടത്താറുള്ളൂ. പക്ഷെ അവനിപ്പോൾ അടുത്ത ബിൽഡിങ്ങിലുള്ള ആൾക്കാരെയും ഇതിൽ ചേരാൻ വേണ്ടി നിർബന്ധിക്കാൻ തുടങ്ങി. അവനെ നന്നായി പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട്. കാരണം ഇവൻ സംസാരിക്കുന്നവരെല്ലാം അവൻ്റെ കൂടെ ചേരാൻ വരുന്നുണ്ട്. മാത്രമല്ല അവരിതിൽ ജോയിൻ ചെയ്യാനുള്ള കാരണവും എനിക്ക് മനസ്സിലാക്കാം. അത് അവരാണ് ഈ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു തോന്നൽ കൊണ്ടുവരും. ഞങ്ങളുടെ കയ്യിൽ തട്ടിക്കൂട്ട് ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. ചൂല്, കത്തി, പിന്നെ മാംസം വെട്ടാനുള്ള കോടാലി, ഇതൊക്കെ. പക്ഷെ എന്നാലും ആളുകൾക്ക് ഇപ്പോൾ അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങാനുള്ള പേടി കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഞങ്ങളെ വിശ്വാസമാണ്. അവർക്ക് അവരുടെ പഴയ കാലം ഓർമ്മ വന്നിട്ടുണ്ടാവും. അയൽപ്പക്കത്തെ സംരക്ഷിക്കാൻ തെരുവുകളിൽ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്ന ആ ഒരു കാലം. എന്നാലും എല്ലാവരും അവൻ്റെ കൂട്ടത്തിൽ ചേരാൻ തയ്യാറായില്ല. വലത് ഭാഗത്ത് ഏറ്റവും ദൂരെയുള്ള സ്റ്റെയർവെല്ലിൻ്റെ ഫ്ലാറ്റിൽ ഞങ്ങളുടെ ഐഡിയനെ കുറിച്ച് പറയാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളെ ഭയങ്കര കോൾഡായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ അകത്ത് കണ്ടത് കുറച്ച് ആണുങ്ങളെയാണ്. അവരെ കണ്ടാലേ അറിയാൻ കുടിയന്മാരാണെന്ന്. സ്ഥിരമായിട്ട് മദ്യപിച്ച് മുഖമൊക്കെ ചുവന്ന് വീർത്ത് കറക്റ്റ് കുടിയന്മാരെ പോലെയായിരുന്നു കാണാൻ.
മറ്റുള്ളവരുടെ ദേഹത്ത് ഈ ജയിലിലൊക്കെ ഉണ്ടാവുന്ന തരം ടാറ്റൂസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും മദ്യത്തിൻ്റെ മണം. അവരുടെ റൂമിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് നാക്ക് എന്ന് പറയുന്ന ഒരു സോങ് പ്ലേ ആവുന്നുണ്ടായിരുന്നു. ഒരു റഷ്യൻ സോങ്. കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു ജീവിതത്തിനെ കുറിച്ച് അശ്ലീലമായിട്ടുള്ളൊരു പാട്ട്. അപ്പോഴാണ് ഞങ്ങൾ ഈ മെറ്റൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേട്ടത്. ആദ്യം ഞാൻ അതിന് വലിയ ശ്രദ്ധ കൊടുത്തില്ല. അപ്പോഴാണ് അവരുടെ നേതാവ് സ്വർണ്ണ പല്ലുകളും കൊണ്ട്, ഒരു നിക്കറ് മാത്രം ഇട്ടുകൊണ്ട്, ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ ടാറ്റു നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടന്നു വരുന്നത്. ഞങ്ങളുടെ ഐഡിയ കേട്ട് അയാൾ തറയിലേക്ക് തുപ്പി. എന്നിട്ട് ചോദിച്ചു, എന്താ പോലീസ് കളിക്കാൻ നോക്കാണോ? എന്നിട്ട് കളിയാക്കിക്കൊണ്ട് ചിരിച്ചു. അയാളുടെ എല്ലാ പല്ലുകളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ദേ നിങ്ങൾ ഇവനെ നോക്കിയേ, ഇത്ര ചെറുപ്പത്തിലെ ഒരു ചവറ്. അയാളുടെ പിന്നിൽ നിൽക്കുന്ന കൂട്ടം വലിയ താല്പര്യമില്ലാതെ ചിരിച്ചു. എൻ്റെ ബോഡിയിലൂടെ ഒരു തണുപ്പ് കയറി ഇറങ്ങിപ്പോയി. അവരുടെ നോട്ടം ഭയങ്കര ക്രൂരവും അപകടകരവുമായിട്ട് എനിക്ക് തോന്നി. ആ നോട്ടം എനിക്ക് ആ മൃഗത്തിൻ്റെ കണ്ണിലേക്ക് പിന്നെയും നോക്കിയതുപോലെ തോന്നി. ഇതെല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാണ്, മാക്സിം പറഞ്ഞു. നമ്മളെല്ലാവരും അപകടത്തിലാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വേണം നിൽക്കാൻ. ഞങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അയാൾ മറുപടി കൊടുത്തിട്ട് അയാളുടെ പുറകിൽ നിന്നും ഒരു തോക്കെടുത്തു. ഞങ്ങളെ നോക്കാൻ മറ്റാരുടെ ആവശ്യം ഞങ്ങൾക്കില്ല, ഇനി നിങ്ങൾ ആ മൂലയ്ക്ക് മാറി നിൽക്കുക. അതിനുശേഷം അയാൾ വളരെ വൃത്തികെട്ട ലാംഗ്വേജ് യൂസ് ചെയ്തു. എൻ്റെ തോളിൽ മാക്സിം കൈവച്ചു. അവൻ എന്നെ വലിക്കുന്നുണ്ടായിരുന്നു. പോകാനുള്ള സമയമായെന്ന് അവൻ അറിയിച്ചു. അയാൾക്ക് എങ്ങനെ ഞങ്ങളോട് അങ്ങനെ സംസാരിക്കാൻ പറ്റും? ഞങ്ങളോട് അത്ര വൃത്തികേടായിട്ട് സംസാരിച്ചിട്ടും അയാൾക്കൊരു പണിഷ്മെന്റ് പോലും കിട്ടാത്തത് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അടുത്ത തവണ വരുമ്പോൾ കുറച്ച് പെൺകുട്ടികളെ കൊണ്ടുവരണം. ഞങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ ഒപ്പം ഒരു കൂട്ടച്ചിരിയും. ഞങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ മാക്സിം എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഹാത്ത ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് അവനെ നോക്കി. അവൻ വിശദീകരിച്ച് തന്നു. അതായത് തടവുകാരെ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഒത്തുകൂടുന്ന സ്ഥലമാണ് ഹാത്ത. അതുപോലെ തന്നെ ജയിൽ ശിക്ഷ കഴിഞ്ഞ ക്രിമിനലുകൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് ഇത്. നമ്മളാണെങ്കിൽ ഇവരുടെ ഇടയിൽ കുടുങ്ങിയും പോയി. അവർ ദിവസം മുഴുവൻ പാർട്ടി ചെയ്യാണെന്ന് തോന്നുന്നു. അതിനർത്ഥം പെട്ടെന്ന് തന്നെ അവരുടെ ഭക്ഷണം എല്ലാം തീരും. അവരുടെ അയൽക്കാരെ കുറിച്ച് ഓർത്ത് എനിക്ക് സഹതാപമുണ്ട്. മാക്സിം നല്ലൊരാളാണ്. ഞങ്ങളെല്ലാവരും പൂട്ടിയിട്ട ആ ഒരു സീക്രട്ട് വെൽഡർ ഇവനാണോ അല്ലയോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. അവനെനിക്ക് തന്ന ആ സിഗരറ്റ് ബ്രാൻഡിന്റെ പേര് മാത്രമാണ് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു സൂചന. അത് വെച്ചിട്ട് ഇത് അവൻ തന്നെയാണ് എന്ന് പറയാനും പറ്റില്ല. അതത്ര നോർമൽ ആയിട്ടുള്ള ഒരു സിഗരറ്റ് അല്ലെങ്കിലും ഞാനത് ഒരുപാട് പേര് വലിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഈ വെൽഡറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ, അങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും. അതാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ അവൻ സംസാരിക്കുമ്പോൾ ഞാൻ അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവനൊന്ന് പരിഭ്രമിച്ചാൽ എനിക്ക് ആളെ കിട്ടിയേനെ. പക്ഷേ അവൻ അതിന് മറുപടി തരുമ്പോഴൊക്കെ അവൻ്റെ മുഖം ശാന്തമാണ്, നോർമലാണ്. അവരാരായിരിക്കാം, അവരുടെ ലക്ഷ്യം എന്തായിരിക്കാം എന്നൊക്കെ ഊഹിക്കുമ്പോൾ അവനൊരു എക്സൈറ്റ്മെന്റ്, ഒരു സന്തോഷം പോലും ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ അവൻ വളരെ നല്ല ഒരു നുണ പറയുന്ന ആളാണ്, അല്ലെങ്കിൽ ആ വെൽഡ് ചെയ്തത് ഇവനെ ആയിരിക്കില്ല. അതിനുശേഷം മാക്സിം എന്നോട് ബേസ്മെന്റിലേക്ക് പോയി ഈ കക്കൂസ് പൈപ്പുകൾ വഴി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലും ഒരു സാധനത്തിന് അകത്തേക്ക് കടക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയായിരുന്നു. പായലുകളും എട്ടുകാലികളും ഒക്കെ നിറഞ്ഞ ഒരു കോൺക്രീറ്റ് ഭിത്തി. പക്ഷെ എന്നെ ശരിക്കും ഭയപ്പെടുത്തിയത് ആ ഭിത്തികളിലുള്ള ചെറിയ ജനലുകളായിരുന്നു. അതിലൂടെ നുഴഞ്ഞു കയറാൻ കഴിയാത്തത്ര ചെറുതായിരുന്നു അത്. ഞാൻ ഒന്ന് ശ്രമിച്ചാൽ എൻ്റെ തല മാത്രം കഷ്ടിച്ച് കയറ്റാൻ പറ്റും. പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും അകത്തേക്ക് വരുമോ എന്ന് ഞാനൊന്ന് ഭയന്നു. ബേസ്മെന്റ് ഈ ബിൽഡിങ്ങിന്റെ എല്ലാ ഭാഗത്തു കൂടെ ഓടുന്നുണ്ട്. അവിടേക്ക് വാതിലുകളുണ്ട്. അതുകൊണ്ട് ഈ സുവർ പോകുന്ന ഹാച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബേസ്മെന്റിന്റെ കോണിൽ ഞാനത് കണ്ടെത്തിയപ്പോൾ എനിക്കൊരു മിക്സ് ഓഫ് ഇമോഷൻ ഉണ്ടായി. കാരണം അതും വെൽഡ് ചെയ്ത് വെച്ചേക്കാണ്. അതിനർത്ഥം അതിൽ കൂടെയും ഒന്നിനും അകത്തേക്ക് വരാൻ പറ്റില്ല, പുറത്തേക്ക് പോകാനും കഴിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ദൂരെ നിന്ന് വെടിവെച്ചുകൾ കേൾക്കുന്നുണ്ട്. അതൊരു മെഷീൻ ഗൺ ആണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ടൗണിൽ ആർക്കും അതുള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഒരു പക്ഷേ പോലീസുകാരുടെ കയ്യിൽ കുറച്ച് AK-47 ഒക്കെ കാണും. ചിലപ്പോഴൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ദൂരെ ഒരു യുദ്ധം നടക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ ആൾക്കാർ വരുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം ആലോചിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നേരം അവർ എന്തിനാണ് വെടിവെക്കുന്നത്? ആ പുറത്തുള്ള മൃഗത്തിന് ഇത്രയധികം വെടിയുണ്ടകൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊഴിച്ചാൽ പിന്നെ വേറെ വലിയ സംഭവങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഞാൻ എൻ്റെ മിക്ക സമയം ചെലവഴിക്കുന്നത് നതാഷയുടെ കൂടെയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ചുറ്റുള്ള ലോകത്ത് നിന്ന് ഒരു ഡിസ്ട്രാക്ഷൻ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അവളുടെ അപ്പാർട്ട്മെൻറ്റിലിരുന്ന് മോണോപ്പൊളി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു
ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു ഒച്ച ഞാൻ കേട്ടു. ഞാൻ ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് നിന്നുപോയി. ഒരാൾ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. ഞാൻ എൻ്റെ കണ്ണൊന്ന് സ്ക്വിൻറ്റ് ചെയ്ത് നോക്കി. എൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരം പോലെ എനിക്ക് തോന്നി. കാരണം ആ ഓടുന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് അന്ന് ഇൻസുലിൻ ചോദിച്ച് വന്ന വൃദ്ധനായിരുന്നു അത്. ഞാൻ ജനൽ തുറന്ന് താഴേക്ക് നോക്കി. ഞാൻ പ്രതീക്ഷിച്ച ആ കാഴ്ച ഞാൻ കണ്ടു. ബെഡ്ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ കയർ അത് 2ാം നിലയിലെ ജനലിൽ കൂടെ പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. നിരാശ കാരണം ജീവൻ നിലനിർത്താനുള്ള ഇൻസുലിൻ എടുക്കാൻ വേണ്ടി ഡ്രഗ് സ്റ്റോറിലേക്ക് ഓടുന്നതായിരിക്കണം. ഒന്നില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ സ്ലോ പെയിൻഫുൾ ഡെത്ത്. അയാൾ മരക്കൂട്ടങ്ങൾക്കിടയിൽ മറിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. അകത്ത് കയറാൻ വേണ്ടി അയാൾ ഡ്രഗ് സ്റ്റോറിൻ്റെ ജനലുകൾ തല്ലി പൊട്ടിച്ച ശബ്ദമായിരിക്കണം അത്. ആ ശബ്ദം ആ ഏരിയ മുഴുവൻ എക്കോ അടിച്ച് കേട്ടു. നതാശ പേടിച്ച് വിറച്ചു. അവൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എനിക്കറിയാമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങളുടെ വീടിന് ചുറ്റും കറങ്ങുന്ന ആ ജീവി ഇത് കേട്ട ഉറപ്പായും തൻ്റെ അടുത്ത ഏരിയ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരും. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അയാൾ കയ്യിൽ എന്തോ മുറുകെ പിടിച്ച് തിരിച്ച് ജനലിൻ്റെ അടുത്തേക്ക് ഓടുന്നത് ഞാൻ കണ്ടു. ഇത്ര ദൂരെ നിന്ന് നോക്കുമ്പോഴും അയാളുടെ മുഖം എത്രത്തോളം വിളറി വെളുത്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് കാണാമായിരുന്നു. അയാൾ പുറത്തു നിൽക്കുകയാണ്, ഈ ഭിത്തിക്കുള്ളിലെ സുരക്ഷിതത്വത്തിൽ നിന്ന് അകലെ. ഒരു നിമിഷം ആ മനുഷ്യനോട് എൻ്റെ ഉള്ളിൽ ഒരു ബഹുമാനം ഉണർന്നു. അയാൾ അയാളുടെ സാധ്യതകളെ ധിക്കരിക്കുകയും ഒന്നും ചെയ്യാതെ മരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അയാൾ ജനലിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഞങ്ങൾ അത് കേട്ടത്. ആ മൃഗത്തിൻ്റെ ദീനമായ അലർച്ച. എവിടെയോ, പക്ഷെ വളരെ അടുത്ത്. ആ മനുഷ്യൻ കയറിൽ പിടിച്ച് വലിഞ്ഞു കയറാൻ തുടങ്ങി. ഏകദേശം പകുതി എത്തിയപ്പോൾ അയാളുടെ ദുർബലമായ കൈകൾക്ക് അത് താങ്ങാൻ കഴിയാതെ ആൾ താഴേക്ക് വീണു. അല്ലെങ്കിൽ പ്രായമായി ദുർബലമായ അയാൾക്ക് പോഷകാഹാരക്കുറവും രോഗവും കാരണം ശരീരം ക്ഷീണിക്കാതെ ഇരിക്കുകയാണെങ്കിൽ പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ലായിരുന്നു. അയാൾ പതുക്കെ എഴുന്നേറ്റ് അയാളുടെ ഇടുപ്പിലൊന്ന് തടവി പിന്നെയും കയറിൽ പിടിച്ച് കയറാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആ ജീവി ആ ഒരു മൂലയിൽ നിന്ന് അതിൻ്റെ തല കാണിച്ചത്. എനിക്കൊടുവിൽ അതിനെ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു. എൻ്റെ ഭ്രാന്തമായ ഇമാജിനേഷന് അപ്പുറമായിരുന്നു അത്. അതെന്തായാലും ഈ ലോകത്തു നിന്നുള്ളതല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അതിൻ്റെ മുൻകാലുകൾ തടിച്ചതും പേശിബലമുള്ളതുമായിരുന്നു. പിന്നെ അതിൻ്റെ പോസിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയ തരത്തിലുള്ള മനുഷ്യൻ്റെ വിരലുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പിൻകാലുകൾ വളരെ ചെറുതായിരുന്നു. അതും കാണാൻ മനുഷ്യന് സാമ്യമുള്ള പോലെ, മനുഷ്യനെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു. അതിൻ്റെ ശരീരം മുഴുവൻ കറുത്ത നീളമുള്ള കട്ടിയുള്ള രോമങ്ങൾ കൊണ്ട് കവേർഡായിരുന്നു, അതിൻ്റെ തല ഒഴികെ. തലയിൽ രോമമില്ലാതെ ഗ്രേ കളറിലുള്ള സ്കിന്ന് കാണാമായിരുന്നു. ഏകദേശം മനുഷ്യൻ്റെ വലിപ്പമുള്ള അതിൻ്റെ തലയുടെ നടുക്ക് ഒരൊറ്റ കണ്ണ് ലക്ഷ്യം തേടി കറങ്ങുന്നു. ആ മൃഗം പതിഞ്ഞ ഒരു അലർച്ച പുറപ്പെടുവിച്ചു. ആ മനുഷ്യൻ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അയാളുടെ ഇടുപ്പിന് പരിക്കേറ്റതുകൊണ്ട് അയാൾക്ക് തറയിൽ നിന്ന് 1 മീറ്റർ പോലും മേലേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അയാൾക്ക് മുകളിലേക്ക് കയറാനും സാധിക്കില്ല. മൃഗത്തിന് അത് മനസ്സിലായിട്ടുണ്ടാവണം. കാരണം രക്ഷപ്പെടാനുള്ള അയാളുടെ ശ്രമത്തെ കളിയാക്കുന്നത് പോലെ സമയമെടുത്തുകൊണ്ട് പതുക്കെയാണ് അടുത്തേക്ക് വന്നത്. 5 മീറ്റർ അകലെ എത്തിയപ്പോൾ ആ വൃദ്ധൻ താഴേക്ക് ചാടി. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ആ ജീവി അതിൻ്റെ ഒറ്റ കുതിപ്പിന് അവർ തമ്മിലുള്ള അകലം മറികടന്നു. ആ സാധനം അതിൻ്റെ പോസ് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. വിരലുകൾ എന്നിട്ട് മുഷ്ടി പോലെ ചുരുട്ടി. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കാതിരുന്നു. പക്ഷെ അതിൻ്റെ മുഷ്ടി ഒരു ചുറ്റിക പോലെ ആ മനുഷ്യൻ്റെ തലയിൽ പതിച്ചപ്പോൾ ആ നനഞ്ഞ് ചിതറുന്നൊരു ശബ്ദം ഞാൻ കേട്ടു. അയാൾ തൽക്ഷണം മരിച്ചുപോയി. പക്ഷേ ഭാഗ്യമുണ്ട്, അയാൾക്ക് മുന്നേ മരിച്ച ആളുടെ അത്ര സഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ശ്രദ്ധയോടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ മൃഗവും ആ മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നില്ല. അവരവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏക തെളിവ് ആ കോർണറിൽ ഒരു രക്തക്കറ ഇങ്ങനെ നീണ്ട് കാട്ടിലൂടെ ഒരു വഴി പോലെ കിടക്കുന്നു. ഇന്നത്തെ ദിവസം ഒരുപാടുണ്ടായി കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് എനിക്ക് തെറ്റി. ഇന്നലെ രാത്രി മറ്റൊന്ന് സംഭവിച്ചു. ഞാൻ ഇത്രയും കാലം വേട്ടയാടിയ, എനിക്ക് ഒരുപാട് അറിയണമെന്ന് ആഗ്രഹമുള്ള ആ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു. ആ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ആരോ എന്തോ വെൽഡ് ചെയ്യുന്ന ശബ്ദം. ഞാൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ശ്രദ്ധിച്ചു. ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മുകളിലെ മേൽക്കൂരയിൽ നിന്ന്, ആ ക്രിമിനലുകൾ താമസിക്കുന്ന ഭാഗത്ത് നിന്ന് വെളിച്ചം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും പുറത്തേക്ക് ഓടി. അപ്പോഴേക്കും മാക്സിം അവൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി വരുന്നത് ഞാൻ കണ്ടു. അവൻ ബോക്സർ മാത്രമായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ തിടുക്കത്തിലാണ് ഓടി വരുന്നത് എന്ന് അവൻ്റെ
കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നെ പോലെ ആ രഹസ്യ വെൽഡർ ആരാണെന്നറിയാൻ അവനും ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ ടെറസിലെത്തിയപ്പോഴേക്കും ആ വെൽഡർ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ചെയ്യുന്നത് പൂർത്തിയാക്കിയിട്ട് മാത്രമാണ് അവൻ പോയത്. ക്രിമിനലുകളുടെ അടുത്തേക്ക് പോകുന്ന വാതിലിന് മുന്നിൽ സ്റ്റെയർ റെയിലിങ്ങുകൾ ഉപയോഗിച്ച് ഒരു താൽക്കാലിക വാതിൽ ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ മുന്നേ കേട്ട ആ മെറ്റൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ പിന്തുടരുന്ന ആ രഹസ്യ വെൽഡർ എന്നേക്കാൾ ഒരു പടി മുന്നിലാണ്. അവൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ അറിയാമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോവാൻ കഴിയില്ല. ഇനി അഥവാ ഞാൻ വഴി കണ്ടെത്തിയാൽ പോലും ആദ്യം ആ ക്രിമിനലുകളുമായി ഒരു അംഗം വേണ്ടി വരും. അവിടെ ഞാൻ വെൽക്കം അല്ല എന്ന് അവർ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ആരാണെന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നെ കൂടുതൽ അലട്ടിയത് ഇതാണ്: അവൻ എന്തിനാണ് ഇത് ചെയ്തത്? ടെറസിലേക്ക് പോകുന്ന വഴിയിൽ അവൻ എന്തിനാണ് ഈ വാതിൽ വെച്ചത്? ഒരു പക്ഷെ നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടോ? ബാഡ് ന്യൂസ് ഒക്കെ ഇതോടുകൂടി അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതി. പക്ഷെ ഇന്ന് രാവിലെ സ്റ്റെയർവെല്ലിൽ വെച്ച് ഒരു താമസക്കാരൻ മരിച്ചു കിടക്കുന്നത് ഞങ്ങൾ കണ്ടെത്തി. അവന്റെ ശവശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ടായിരുന്നു. സ്കിന്നൊക്കെ വയലറ്റ് പർപ്പിൾ കളറായിരുന്നു. അയാളുടെ മുഖം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആദ്യത്തെ ദിവസം താനൊരു പ്രൊഫഷണൽ വെൽഡർ ആണ് എന്ന് പറഞ്ഞ ആളായിരുന്നു അത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊന്നും അയാൾക്കില്ലായിരുന്നു എന്ന് വിഷമിച്ചുകൊണ്ട് അയാളുടെ ഭാര്യ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇത് ഞങ്ങളെ ഒരൊറ്റ കൺക്ലൂഷനിലേക്കാണ് എത്തിച്ചത്: അയാൾ പോയിസൺഡ് ആയിരുന്നു. ടാപ്പിലെ വെള്ളത്തിൽ വിഷമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതിനുശേഷം ഞങ്ങൾ ആരും ടാപ്പിലെ വെള്ളം യൂസ് ചെയ്യാറില്ല. എല്ലാ ജീവികളെയും ഞങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് അവർ ആ വൈദ്യുതി ഞങ്ങൾക്ക് നിലനിർത്തി തന്നിരിക്കുന്നത് എന്നെനിക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങളാണ് ഐ വിറ്റ്നസ്സസ്. എൻ്റെ വാതിലിന് പുറത്ത് എന്തോ ഉണ്ട്. എന്തോ ഒന്ന് സ്റ്റെയർ വെല്ലിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. 5 നിലകളിലും അത് താഴേക്കും മേലേക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാന്നിധ്യം എന്നെ അറിയിച്ചത് ഒരാളുടെ നിലവിളിയായിരുന്നു. ആരോ സിഗരറ്റ് വലിക്കാനോ ആരോടെങ്കിലുമായി സംസാരിക്കാനോ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അത് കണ്ടിട്ടുള്ളത്. അവിടെ പിടിവലിയോ വേദനയുടെ ശബ്ദങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയം മാത്രമായിരുന്നു. എന്തെങ്കിലും ഹൊറിഫൈങ് ആയിട്ടുള്ളത് കാണുമ്പോൾ നമ്മൾ നിലവിളിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സംഭവം പ്രകൃതി നമ്മളിൽ ഇൻസ്റ്റിൽ ചെയ്ത് തന്നത് എത്ര നല്ല കാര്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സംഭവം നമ്മൾ ആപത്തിലാണ് എന്ന് നമ്മുടെ കൂട്ടത്തിനെ അറിയിക്കും. നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ ഒന്ന് സൂക്ഷിക്കാൻ പഠിക്കും. ആ ജീവി പുറപ്പെടുവിച്ച നിലവിളി ഞാൻ മുൻപ് കേട്ടതല്ല എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഭയം കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വായ പൊത്തിപ്പിടിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ പരിചിതമായ ശബ്ദമായിരുന്നില്ല അത്. ഇത് പുതിയ ഒന്നായിരുന്നു. എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടും അതെങ്ങനെയാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലേക്ക് കയറി വന്നത് എന്നറിയില്ല. ഞാൻ പീപ്പ് ഹോളിൽ കൂടെ 1/2 മണിക്കൂർ നേരം പുറത്തേക്ക് നോക്കി. അതിനെ ഒന്ന് കാണാൻ ശ്രമിച്ചു. പുറത്തെ മങ്ങിയ ലൈറ്റ് ബൾബ് എന്താണ് സംഭവിക്കുന്നത് എന്ന് മാത്രം കാണാൻ വേണ്ടിയുള്ള വെളിച്ചം പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം പെട്ടെന്ന് എന്തോ ആ വെളിച്ചത്തെ മറച്ചു. എൻ്റെ വാതിലിലൂടെ ഒരു പടപടാ ശബ്ദം കേട്ടു. ഒരു നിമിഷത്തെ കൺഫ്യൂഷന് ശേഷം എനിക്കൊരു ഭയപ്പെടുത്തുന്ന റിയലൈസേഷൻ ഉണ്ടായി. ഞാൻ ഞെട്ടലോടെ ആ വാതിലിൽ നിന്ന് പിന്നോട്ട് ചാടി. എൻ്റെ ഞെട്ടലിൻ്റെ ശബ്ദം ഞാൻ അടക്കി പിടിക്കാൻ ശ്രമിച്ചു. അതെന്തായിരുന്നാലും അതിൻ്റെ നിരവധി കാലുകൾ ഉപയോഗിച്ച് എൻ്റെ വാതിലിലൂടെ കടന്നുപോയി. അതിന് ഭിത്തികളിലൂടെ എഴയാൻ സാധിക്കും. അതിനർത്ഥം ആ ടെറസിലുള്ള വാതിൽ ഒന്നിനും ഉപയോഗമില്ല. അത് ഞങ്ങളുടെ ഡിഫൻസിൽ വന്ന വലിയൊരു വിടവാണ്. രാവിലെ ഞാനും പൗരസേനയും അത് വരുത്തിയ നാശനഷ്ടങ്ങൾ കാണാനായി ശ്രദ്ധയോടെ പുറത്തേക്ക് ഇറങ്ങി. 4ാം നിലയിൽ ഒരു രക്തക്കറയും ടെറസിലേക്ക് പോകുന്ന ഒരു നീണ്ട രക്തപ്പാട് ഞങ്ങൾ കണ്ടു. ആ പാട് ടെറസിന്റെ അരികിൽ വെച്ച് അവസാനിച്ചു. ആ ജീവി ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്കുള്ള വഴി കണ്ടെത്തിയെന്ന് മാത്രമല്ല, അത് ഞങ്ങളിൽ ഒരാളെ കൊലപ്പെടുത്തി. എന്നിട്ട് അതിനെ അതിന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ 2 ക്രിയേച്ചർ ഉള്ളതുകൊണ്ട് ഇവർക്ക് 2 പേർക്കും പേര് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ജീവിക്ക് ഏപ്പ് ഡീമൺ എന്ന്, കുരങ്ങൻ രാക്ഷസൻ അല്ലെങ്കിൽ ദി ഏപ്പ് എന്നത് അതിന് ഉചിതമായ പേരാണ്. ആ മറ്റേ ജീവിക്ക് ദി ക്രോളർ എന്നും പേരിട്ടു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആ 2 ജീവികളെയും വിളിക്കുന്ന പേര്. ഏപ്പ് തെരുവുകൾ നിരീക്ഷിക്കുന്ന ഭീകരനാണെങ്കിൽ ക്രോളർ ഞങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറി ആക്രമിക്കുന്നവനാണ്. ദി ഏപ്പ് ഡീമണും ദി ക്രോളറും. ദൈവമേ, 2 ആഴ്ച മുന്നേ ഒരു സീരിയസ് ഫേസ് വെച്ചിട്ട് ഈ പേരുകൾ എനിക്ക് യൂസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം ടെറസിലേക്ക് പോകുന്ന വാതിലിൽ ഞാനൊരു പൂട്ടിട്ടു. ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ ഒരു സാധനം അതിനെ അവിടെ തടഞ്ഞു നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എപ്പോഴും എൻ്റെ കർട്ടൻ അടച്ചിടും. ഒരു ദിവസം ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ
ഈ ഒരു സാധനം എൻ്റെ ജനലിലൂടെ എഴയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്നെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ഈ അവസ്ഥയുടെ അവസാനം എന്താവുമെന്നറിയാൻ എനിക്ക് കൂടുതൽ ആശങ്കയുണ്ട്. പൈപ്പുകളിലെ വെള്ളം 2 ആഴ്ച കൊണ്ട് പോയ്സണസ് ആവാൻ ഒരു സാധ്യതയോ ഇല്ല. ബാക്ടീരിയകൾ നിങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് കൊല്ലില്ല. അത് വായിൽ നിന്നും നുരയും പതയും വരുത്തില്ല. സ്കിന്ന് വയലറ്റ് നിറമാവില്ല. വെള്ളത്തിൽ ഇപ്പോൾ ചില വിഷവസ്തുക്കളുണ്ട്. അതിനർത്ഥം ഞങ്ങളുടെ സർക്കാരിന് ഞങ്ങൾ അനാവശ്യമായ ഐ വിറ്റ്നസ്സസ് മാത്രമാണ്. വെടിവെച്ച് കേൾക്കുന്ന ടൗണിൻ്റെ അറ്റത്തേക്ക് പോയാൽ നമ്മൾ രക്ഷപ്പെടില്ല. അവിടെ നമ്മൾ വെടിവെപ്പുകാരുടെ ഒരു സംഘത്തെ ആയിരിക്കും കാണുക. ഭക്ഷണം ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുക. ഇന്നലെ ആരോ നടന്നുകൊണ്ട് അയൽക്കാരോട് ഉപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടു. വെറും ഉപ്പ്. അവരുടെ വിരസമായ ഭക്ഷണം കുറച്ചും കൂടെ രുചികരമാക്കാൻ എൻ്റെ 3 അയൽക്കാർ അവരോട് പോകാൻ പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരാ? അവർ എൻ്റെ ഡോറിൻ്റെ ബെല്ലടിച്ചപ്പോൾ ഞാൻ തുറന്നില്ല. അവർ ഒരു ഉപ്പ് മാത്രമാണ് ചോദിക്കുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് കെയർഫുൾ ആയിരിക്കുന്നത് നല്ലതാ. ചിലപ്പോൾ അവർ ആ സാഹചര്യം വിലയിരുത്തുന്നതായിരിക്കാം. ഒരു പക്ഷേ എൻ്റെ കയ്യിൽ ഉപ്പ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മറ്റ് ഭക്ഷണങ്ങൾ ധാരാളം ഉണ്ടെന്നും ഞാൻ ഒരു നല്ല ലക്ഷ്യമാണെന്നും അവർ വിചാരിച്ചേക്കാം. മേ ബി ഞാൻ പറയുന്ന എല്ലാം നോൺസെൻസ് ആയിരിക്കും. 2 ദിവസം മുൻപ് ഞാൻ ബേസ്മെൻറ്റിലെ ക്രിമിനൽസ് താമസിക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന വാതിൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. അതൊരു പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനോ മറ്റ് താമസക്കാരോ വെൽഡ് ചെയ്യുന്ന ശബ്ദം കേട്ടില്ല. അതിനർത്ഥം അത് വേണമെങ്കിൽ തകർക്കാൻ കഴിയും. എനിക്ക് വെൽഡറിൻ്റെ അടുത്തെത്തണം. വെറും ഒരു കൗതുകത്തിൽ നിന്ന് ആരംഭിച്ച എൻ്റെ ഈ വ്യക്തിപരമായ അന്വേഷണം ഇപ്പോൾ ഒരു ആവശ്യകതയായിട്ട് മാറിയിട്ടുണ്ട്. അയാൾക്ക് എന്തെങ്കിലും അറിയണമായിരിക്കും. എല്ലാവരും എവിടെ പോകണം, കെട്ടിടത്തിൻ്റെ എവിടെയൊക്കെ ഞങ്ങൾക്ക് പ്രവേശനമുണ്ട് എന്നതിനെ കുറിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അയാളാണ്. ഇവിടെ നിന്ന് ഞങ്ങളെ പുറത്തെത്തിക്കാനുള്ള ഉപകരണം ഒരു പക്ഷേ അയാളുടെ കയ്യിലുണ്ടായേക്കാം. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അവനിൽ നിന്ന് ഒരു സോ അതുപോലത്തെ എന്തെങ്കിലും കിട്ടുക എന്നതാണ്. അവൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഉപകരണത്തിന് ആ സ്യൂവറിൻ്റെ ഹാച്ച് തുറക്കാൻ കഴിയുമായിരിക്കും. എന്നിട്ട് അതിലൂടെ പുറത്തു കടക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അവിടുന്ന് വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് വരുന്ന വഴിക്കങ്ങാനും സൈന്യത്തെയോ അല്ലെങ്കിൽ പുറത്തുള്ള മൃഗത്തെയോ കണ്ടാൽ ഞാൻ തീർന്നു. പക്ഷെ മുകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണ്. അവൻ്റെ കൂടെ താമസിക്കുന്ന കള്ളന്മാർ ഞങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ അവൻ്റെ അടുത്ത് എങ്ങനെ എത്തും എന്നുള്ളതാണ് ഒരേ ഒരു പ്രശ്നം. അവർ ടെറസിൻ്റെ മുന്നിൽ വെച്ചേക്കുന്ന വാതിലിന് ഒരു പൂട്ടുണ്ട്. അതിനർത്ഥം അവർക്ക് ആ പൂട്ട് തുറക്കാൻ കഴിയും. അതിനർത്ഥം അവരുടെ സ്റ്റെയർവെല്ലിലേക്ക് ആരൊക്കെയാണ് കടക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അതിനർത്ഥം അവരുടെ കോട്ടയ്ക്കുള്ളിൽ അവർക്കൊരു കോട്ടയുണ്ട്. എൻ്റെ പേടി ആ വാതിലുകൾ തുറക്കുമ്പോൾ അവർ പുറത്തു വരുന്നത് സഹകരിക്കാനോ ഭക്ഷണം യാചിക്കാനോ അല്ല, പകരം വേട്ടയാടാനാണ്, ദുർബലരെ ഇരയാക്കാൻ. ഇതുവരെ അവരെ തിരിച്ച് നേരിടാൻ ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഈ ക്രോളറുകളും കള്ളന്മാരും മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം. ഇന്നലെ 1ാം നിലയിലെ ജനൽ കമ്പികൾ വലിച്ചു നീക്കാനുള്ള ശക്തി തനിക്കുണ്ടെന്ന് ആ ഏപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടാതെ അത് ആക്രമിക്കാൻ തിരഞ്ഞെടുത്തത് എൻ്റെ സ്റ്റെയർവെല്ലിലെ അതേ അപ്പാർട്ട്മെന്റ് ആണ്. പുറത്ത് അതിൻ്റെ മുരൾച്ച, താഴെ പേടിച്ച ആളുകളുടെ നിലവിളി, വലിച്ചു കീറുന്ന മെറ്റലിൻ്റെ ശബ്ദം, ഇതെല്ലാം ഞാൻ കേട്ടു. താഴെയുള്ള ആളുകൾ മൃഗത്തെ പ്രകോപിപ്പിക്കാൻ എന്താണ് ചെയ്തത് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മതിലുകൾ അവരെ സംരക്ഷിക്കുമെന്ന് കരുതി അവർ കർട്ടനുകൾ അടച്ചിട്ടുണ്ടായിരുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ അവർ ആ ജീവിയെ കണ്ടതുകൊണ്ട് അവരുടെ കണ്ണിലേക്ക് നോക്കി നിന്നിട്ടുണ്ടായിരിക്കാം. എനിക്കറിയില്ല. ഞാൻ ചോദിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു താമസക്കാരിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ എന്നെ പാസ് ചെയ്തു പോയി. അവളുടെ കണ്ണുകളിലെ ഭയം എനിക്ക് കാണായിരുന്നു. പക്ഷെ വേറെ ആർക്കും അവളുടെ അത്ര ഭാഗ്യം ഉണ്ടായില്ല. ഏപ്പ് തറയിൽ അമർത്തി പിടിച്ച ഒരു മനുഷ്യന്റെ അലർച്ച ഞാൻ കേട്ടു. അതിൻ്റെ വലിയ മുഷ്ടി മനുഷ്യന്റെ മാംസത്തിൽ ഇടിക്കുമ്പോൾ ഉണ്ടായ ഒരു ശബ്ദവും ഞാൻ കേട്ടു. അതിൻ്റെ എക്കോ അടിക്കുന്നത് കാരണം ആ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് എനിക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റി. അത് 1ാം നിലയിൽ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നുണ്ടായിരുന്നത് എന്ന് ഞാൻ ഭയത്തോടെ മനസ്സിലാക്കി. കൂടാതെ പേടിച്ചോടിപ്പോയ ആ സ്ത്രീ പുറത്തേക്ക് പോകുമ്പോൾ വാതിലടച്ചില്ല. അതിനർത്ഥം താഴെയുള്ള മനുഷ്യനെ തിന്നുന്ന പണി ആ ഏപ്പ് പൂർത്തിയാക്കുമ്പോൾ അത് സ്റ്റെയർവെല്ലിൽ പ്രവേശിക്കും. 5 നിലകൾ കയറാനുള്ള സ്വാതന്ത്ര്യം അതിന് കിട്ടും. മാത്രമല്ല, അത് ഇവിടെ കുടുങ്ങിപ്പോയാൽ അതിന് പുറത്തേക്ക് പോകാനും പറ്റില്ല. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. താഴെ പോയി വാതിലടയ്ക്കുന്നത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷെ ആ നിമിഷം ഞാൻ അത് ചെയ്തില്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാനും മരിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇത്രയും സാഹസികമായ ഒരു പ്രവൃത്തി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ധൈര്യമായിരുന്നില്ല, അത് നിസ്സഹായതയായിരുന്നു. ഞാനിപ്പോൾ ഒരു പാരഡോക്സ് ഫേസ് ചെയ്യാറുണ്ട്. സ്റ്റേ സേഫ് ആൻഡ് ഡൈ ഓർ റിസ്ക് യുവർ ലൈഫ് ആൻഡ് ലിവ്. മാത്രമല്ല, എൻ്റെ ശരീരം എന്നോട് പറയുന്നുണ്ടായിരുന്നു തനിക്ക് കുറച്ച് നാളും കൂടി ജീവിക്കണമെന്ന്. ഞാൻ ശ്രദ്ധയോടെ 1ാം നിലയിലേക്ക് പോയി വാതിൽ വഴി ഒളിഞ്ഞു നോക്കി.
ഞാൻ സംശയിച്ചതുപോലെ തന്നെ അത് തുറന്നു കിടക്കുകയായിരുന്നു. അതിൻ്റെ നിശബ്ദനായ ഇരയെ തിന്നുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. പക്ഷെ വാതിലിൻ്റെ താക്കോൽ ആ കീഹോളിൽ ഇരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ശ്രദ്ധയോടെ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഞാൻ വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങി. എൻ്റെ ഓരോ സ്റ്റെപ്പുകളും അത്രത്തോളം നിശബ്ദമല്ലാത്തതിനാൽ ഭയം കാരണം എനിക്ക് ഒച്ച വയ്ക്കാൻ തോന്നി. എൻ്റെ കാലച്ച അത് കേട്ടില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വാതിലിനടുത്താണ്. ഒരു സ്റ്റെപ്പും കൂടെ എടുത്താൽ ഞാൻ അപ്പാർട്ട്മെൻറ്റിനകത്താവും. പെന്നിൽ നിന്നും ഏതാനും മീറ്റർ അകലം മാത്രമാണ് ഒരു മൂലയ്ക്ക്. എനിക്ക് എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ 1-2 സെക്കൻഡ് മാത്രമായിരിക്കും കിട്ടുക. ഇനിയൊരു തിരിച്ചുപോക്കില്ല. ശ്രദ്ധയോടെ ഞാൻ താക്കോൽ അതിൻ്റെ തുളയിൽ നിന്നും പുറത്തേക്ക് എടുത്തു. പുറത്തേക്ക് വരുന്ന വഴി അത് ക്ലാങ്ക് എന്നൊരു ശബ്ദം ഉണ്ടാക്കി. പെട്ടെന്ന് അത് തിന്നുന്ന ശബ്ദം നിന്നു. അത് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ചു. ഞാൻ ഡോറ് പെട്ടെന്ന് വലിച്ചടച്ച് കീ ഉള്ളിലേക്ക് തിരുകാൻ തുടങ്ങി. പക്ഷെ എൻ്റെ വിറയ്ക്കുന്ന കൈകൾക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല. അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അടക്കിയ അലർച്ച കേട്ടു. വലിയൊരു ശരീരം വാതിലിൻ്റെ അപ്പുറത്ത് നിന്ന് ഇടിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഭാഗ്യത്തിന് ആ ഡോറ് റീഎൻഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്ട്രോങ് ആയിരുന്നു. ഇതിന് മുന്നുണ്ടായിരുന്ന താമസക്കാർ കള്ളന്മാരിൽ നിന്നല്ല രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. അവർ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്നത് കൊണ്ട് പ്രൈം ടാർഗറ്റ് അവരായിരിക്കുമല്ലോ. എൻ്റെ കാലുകളിലെ അഡ്രിനലിൻ എന്നോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ടായിരുന്നു. ആ ജീവിയെ അറിയാതെയാണെങ്കിൽ പോലും ആ വാതിലിൻ്റെ ഹാൻഡിൽ തിരിച്ചാൽ അതപ്പോൾ തന്നെ അകത്ത് കടക്കുമെന്നും എനിക്കൊരിക്കലും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും എനിക്കറിയായിരുന്നു. ഞാനൊന്ന് നിന്നു. എന്നിട്ട് ആഴത്തിൽ ശ്വാസമെടുത്തു. എന്നിട്ട് താക്കോൽ ഉള്ളിലേക്കിട്ടു. ഒരു നിമിഷത്തിന് ശേഷം ഞാനത് തിരിച്ചു. വാതിൽ പൂട്ടി. ഇപ്പോൾ ആ മൃഗം ഒന്നടങ്ങി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് അതിൻ്റെ കോപവും മനുഷ്യനെയും തിന്ന് തീർത്തതിന് ശേഷം ജനലിലൂടെ അപ്പാർട്ട്മെൻറ്റ് വിട്ടുപോയി. അതിനുശേഷം 1-ാം നിലയിൽ താമസിച്ചിരുന്ന എല്ലാ താമസക്കാരും മേലെ അവരുടെ നെയ്ബേഴ്സിൻ്റെ കൂടെ താമസം മാറ്റി. കൂടെ ഭക്ഷണ സാധനങ്ങളും കൊണ്ടുപോയി. മേലെയുള്ള ആൾക്കാർ പ്രശ്നങ്ങളില്ലാതെ അവരെ സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരെ ഫസ്റ്റ് ഫ്ലോറിൽ വിടുന്നത് ഹാർട്ട്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നതാശയുടെ അടുത്തേക്ക് ഒരു വൃദ്ധനൻ താമസം മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറഞ്ഞ ആൾനാശമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾക്ക് വലിയൊരു പ്രയാസമാണ് വന്നത്. ഞങ്ങളുടെ വീട് ഇതിനകം വളരെ കഷ്ടത്തിലായി. ഞങ്ങളിപ്പോൾ വെൽഡറെ എങ്ങനെ കണ്ടെത്താമെന്നും കള്ളന്മാരറിയാതെ എങ്ങനെ അവനെ അവിടെ നിന്ന് പുറത്തെത്തിക്കാമെന്നുമാണ് ആലോചിക്കുന്നത്. ടെറസ് ഒരു വഴിയല്ല, പക്ഷെ തകർക്കാൻ കഴിയുന്ന ഒരു ബേസ്മെൻറ്റ് വാതിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ നാളെ മാക്സിമമായി ഇതേക്കുറിച്ച് സംസാരിക്കും. പ്രവർത്തിക്കേണ്ട സമയമായി. ഇവിടെ നിന്ന് പുറത്തിറങ്ങേണ്ട സമയമായി. ഈ ഭക്ഷണത്തിനും വെള്ളത്തിനൊക്കെ ഉണ്ടാകുന്ന ക്ഷാമത്തിനെ കുറിച്ച് ഞങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പരിഗണിക്കാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിലാദ്യത്തേത്, ഈ ബിൽഡിങ്ങിൽ 2 ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. ആ ബോഡീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പോയ്സണായിട്ട് മരിച്ച ആളുടെ ഭാര്യ അയാളെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് സോഫയിൽ കിടത്തിയേക്കാണ്. അയാളുടെ ബോഡി കഴുകാനായിട്ട് ആ സ്ത്രീ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്. 2 ദിവസം മുൻപ് ആ സ്ത്രീ ഞങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വന്നു. കാരണം ആ ബോഡി വീർക്കാനും ദുർഗന്ധം വരാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശാന്തമായ ഭാവത്തിൽ കൈ 2 നെഞ്ചിൽ വെച്ച് ഒരു നദിയുടെ പെയിന്റിങ്ങിന് താഴെ വെച്ചിരിക്കുന്ന സോഫയിൽ അയാൾ കിടക്കുകയാണ്. പക്ഷേ വീർത്തിട്ടും പർപ്പിൾ നിറത്തിലും. അങ്ങനെ ഒരു കാഴ്ച ഭയങ്കര വിചിത്രമായിരുന്നു. ആ വിഷം അയാളുടെ ബോഡിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ദുർഗന്ധമാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. ഞാൻ അവിടെ എത്തിയ ആദ്യ കുറച്ച് മിനിറ്റുകളുള്ളിൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. എനിക്ക് കൂടുതൽ ഡിസ്റ്റർബിംഗ് ആയി തോന്നിയത് ആ കിടക്കുന്ന ശവശരീരം ആദ്യം ജീവനുള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടാണ്. അയാളുടെ ഭാര്യ അയാളെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മാക്സിം അതിനെ എതിർത്തു. മാക്സിം പറഞ്ഞു, ഈ സ്മെല്ല് കേട്ട് ആ മോൺസ്റ്റേഴ്സ് എല്ലാം ഹണ്ട് ചെയ്യാൻ വരും. ഈ സ്മെല്ല് അവരെ ആകർഷിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇയാളെ പുറത്തേക്ക് കയറണം, അല്ലെങ്കിൽ ടെറസിൻ്റെ മേലെ ഉപേക്ഷിക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല, അവൾ പറഞ്ഞു. ആ സ്ത്രീയുടെ കണ്ണിങ്ങനെ ഉരുണ്ടു വന്നു. അതൊരു ക്രിസ്ത്യൻ രീതിയല്ല. അയാൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബറിയൽ അർഹിക്കുന്നുണ്ട്. ആ സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ മേലേക്ക് ചാടി. എന്നിട്ട് കൈകൾ ഉയർത്തി തൻ്റെ ഭർത്താവിനെ എവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നറിയിച്ചുകൊണ്ട്, നിങ്ങളത് ചെയ്യാൻ പാടില്ല, ഞാൻ നിങ്ങളിത് ചെയ്യാനും സമ്മതിക്കില്ല, ഇവിടെ നിന്ന് പൊക്കോ, നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ആ സ്ത്രീയെ സൈലൻ്റ് ആയിട്ട് വളഞ്ഞു. ആർക്കും ആ സ്ത്രീയെ ബലം പ്രയോഗിച്ച് തള്ളി മാറ്റാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ബോഡി അവിടെ കിടക്കുന്നിടത്തോളം ഈ ബിൽഡിങ്ങിലുള്ള എല്ലാവരുടെയും ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. മാക്സിം ഒന്നും മിണ്ടാതെ ആ സ്ത്രീയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ആ സ്ത്രീ നിലവിളിക്കുകയും കുതിരി മാറാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും മാക്സിം അനങ്ങിയില്ല.
മാക്സിമിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ അവളുടെ മറ്റേ കൈകൊണ്ട് മാക്സിമിനെ മാന്താൻ തുടങ്ങി. മാക്സിം തിരിച്ചൊന്നും ചെയ്തില്ല. പകരം ആ സ്ത്രീ അവനോട് ചെയ്തതെല്ലാം അവൻ സഹിച്ചു നിന്നു. അതിലൂടെ ആ സ്ത്രീക്ക് അവരുടെ ദേഷ്യം മുഴുവൻ പുറത്തു വിടാനുള്ള അവസരം നൽകി. കണ്ണു മാന്തി പൊളിക്കാതിരിക്കാൻ തല മാത്രം പിന്നിലോട്ട് ചായച്ചു വെച്ചു. ആ ബോഡി എടുത്ത് ജനലിൽ പുറത്തേക്ക് എറിയേ മാക്സിം പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീയെ കൈ പിടിച്ച് അടുക്കളയിലേക്ക് വലിച്ചയച്ചു കൊണ്ടുപോയി. ബോഡി എറിയുന്നത് ആ സ്ത്രീ തടസ്സപ്പെടുത്താതിരിക്കാൻ ചെറുത്തു നിൽക്കാനുള്ള അവസാന ശ്രമത്തിൽ ആ സ്ത്രീ വാതിലിൽ പിടിച്ചു. മാക്സിം ആ സ്ത്രീയെ അവിടെ നിന്ന് വലിച്ചു മാറ്റി. ആ സ്ത്രീയുടെ പിടിക്ക് ആ തടിയിൽ പോറലേൽപ്പിക്കാൻ മാത്രം ശക്തി ഉണ്ടായിരുന്നു. അവരുടെ ഒരു നഖം അതിൽ കുത്തി നിന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ബോഡി ഒരു പുതപ്പിൽ പൊതിഞ്ഞു. എടുക്കാൻ അതായിരുന്നു എളുപ്പം, ശാരീരികമായും മാനസികമായും. ഞങ്ങൾ അദ്ദേഹത്തെ മേൽക്കൂരയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളിൽ ഒരാൾ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ താഴേക്ക് എറിഞ്ഞു. ഞങ്ങൾ താഴേക്ക് എത്തി നോക്കാനൊന്നും പോയില്ല. ശരീരം താഴെ തട്ടുമ്പോൾ ഉണ്ടായ ആ ഒരു കനത്ത ശബ്ദം മാത്രം ഞങ്ങൾ കേട്ടു. എന്നിട്ട് ക്രോളർ വരുന്നതിന് മുൻപ് സുരക്ഷിതായ സ്ഥലത്തേക്ക് ഓടിപ്പോയി. ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഞങ്ങൾ ചെയ്ത കാര്യത്തിൽ കുറ്റബോധം തോന്നിയില്ല. പക്ഷെ എനിക്ക് കുറ്റബോധം തോന്നാത്തതിൻ്റെ പേരിൽ കുറ്റബോധം ഉണ്ടായി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ബോഡി അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ബോഡി അപ്പാർട്ട്മെന്റിൽ വെച്ച് ആക്രമിക്കപ്പെട്ട മനുഷ്യൻ്റെതാണ്. അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു. ആ അപ്പാർട്ട്മെന്റിലേക്ക് കയറി വരുന്ന ആളെ തടയാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ ഞങ്ങൾ മെനക്കെട്ടില്ല. ഞാൻ വെൽഡറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ എടുക്കുന്നതിന്റെ പ്ലാനിനെ കുറിച്ചും മാക്സിമിന്റെ അടുത്ത് സംസാരിച്ചു. മാക്സിമിന് എൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മാക്സിം മുന്നറിയിപ്പ് നൽകി. അതിൻ്റെ അകത്തേക്ക് ഒളിഞ്ഞു കടക്കുന്നത് അപകടകരമാണ്. പോരാത്തിന് എവിടെയാണ് നോക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. അവരുമായി ഏറ്റുമുട്ടുന്നത് അപകടമാണ്. അവരിൽ എല്ലാവരുടെയും ആയുധങ്ങളുണ്ട്. നമ്മൾ അതിക്രമിച്ച് കടന്നാൽ ഉറപ്പായി അവർ പ്രതികരിക്കും. ഒരു പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ ഐഡിയനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ ചിലപ്പോൾ സഹകരിച്ചേക്കാം. ഞാൻ മനസ്സോടെ അത് സമ്മതിച്ചു. പക്ഷെ ആ ക്രിമിനൽസ് ആയിട്ടുള്ള ചർച്ച അന്നേ അവസാനിച്ചു എന്ന് എനിക്കറിയില്ലായിരുന്നു. ആ വൃത്തിയായിട്ടവർ അവരുടെ മനസ്സ് ഓൾറെഡി ഓർപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. കാരണം ഇന്നലെ ഞാൻ നതാശയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി 5ാം നിലയിലേക്ക് പോയപ്പോൾ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ ഡോറ് തുറന്നു കിടക്കുന്നതാണ് ഞാൻ പേടിയോടെ കണ്ടത്. കൂടാതെ ഹാളിൽ ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. എന്തോ വളരെ മോശമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷെ ഞാൻ എൻ്റെ പ്രതീക്ഷയും വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ മുറികളും തപ്പി നോക്കി. പക്ഷെ അവളെ മാത്രം കണ്ടെത്താനായില്ല. അവളുടെ റൂമിൽ താമസിപ്പിച്ച ആ വൃദ്ധ മാത്രം ഗസ്റ്റ് റൂമിന്റെ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ വലതുവശത്തായിട്ട് ഒരു രക്തക്കറയുണ്ടായിരുന്നു. ഞാൻ ആ വൃദ്ധനെ മറച്ചിട്ടപ്പോൾ ആൾക്ക് ജീവനുണ്ടായിരുന്നു. നതാശ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ അതിന് മറുപടി തന്നില്ല. പകരം ഇങ്ങനെ പറഞ്ഞു: എന്നോട് ക്ഷമിക്കണം, ഇതെല്ലാം ഞങ്ങളുടെ തെറ്റാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ. അയാളുടെ ഈ ക്രിപ്റ്റിക് വാക്കുകളൊക്കെ കേൾക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. എനിക്ക് അയാളെ സഹായിക്കണം, അല്ലെങ്കിൽ അയാൾ രക്തം വാർന്നു മരിക്കും. ചിലപ്പോൾ ആ സമയം നതാശ എവിടെയെങ്കിലും വെച്ച് മരിക്കുമായിരിക്കും, ഒരു പക്ഷേ വളരെ അടുത്ത്. ഞാൻ വീണ്ടും ഹാളിലേക്ക് ഓടി. അവളെ എവിടെയെങ്കിലും കണ്ടെത്താൻ എന്തെങ്കിലും സൂചന കിട്ടുമോ എന്ന് നോക്കി. തറയിൽ രക്തക്കറകളുണ്ടായിരുന്നു. അത് പുറത്തേക്കും മേൽക്കൂരയിലേക്കുള്ള വാതിലിലേക്കും നീണ്ടു കിടന്നു. മേൽക്കൂരയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ്. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ പുറത്തേക്ക് ഓടി. ചുറ്റും നോക്കി, ഒന്നുമില്ല. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രക്തത്തുള്ളികളുള്ള ഒരു വഴി മാത്രം. അതെന്നെ മേൽക്കൂരയുടെ അറ്റത്തേക്ക് നയിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പക്ഷെ അതിന് പകരം അത് അതിൻ്റെ അറ്റത്തുള്ള ഡോറിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്, ആ ക്രിമിനൽസ് താമസിക്കുന്ന സ്ഥലത്തേക്ക്. അവരവരുടെ ഡോറിന് മുന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേജ് പോലത്തെ സാധനത്തിൽ ഞാൻ പിടിച്ചു കുലുക്കി. എന്നിട്ട് ഒച്ച വെച്ചു. നതാശയെ വിട്ടയക്കാൻ പറഞ്ഞു. ചെയ്യുന്നത് അപകടമാണെന്ന് എനിക്കറിയാം. കുറച്ചു നേരം കൂടെ ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ആ ക്രോളർ വന്ന് ഉറപ്പായും എന്നെ കൊല്ലും. പക്ഷെ അപ്പോഴത്തേക്കും കൊള്ളക്കാരിൽ ഒരാൾ അവരുടെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. അവർ കൂടിനപ്പുറത്തുള്ള ഇരുട്ടിൽ നിന്ന് അവളുടെ പിസ്റ്റൽ കുലുക്കി കാണിച്ചു. അടങ്ങി നിൽക്ക് ചെക്ക, നിന്റെ ഗേൾ ഫ്രണ്ട് നല്ല ആൾക്കാരുടെ കയ്യിലാണുള്ളത്. ഞങ്ങൾ അവളെ നന്നായി നോക്കിക്കോളാം. ഒരു ചൊല്ല് എന്തോ ഇല്ലേ, ഇഫ് യു ലവ് ഹർ ലെറ്റ് ഹർ ഗോ, അല്ലേ? അയാളൊന്ന് അഹങ്കരിച്ച് ഞെളിഞ്ഞു നിന്നു. ഞാൻ അയാളുടെ മുഖത്തേക്ക് തുപ്പി. അവൻ തോക്കുയർത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞോടി. എൻ്റെ പിന്നിൽ നിന്ന് കുറച്ച് വെടിയൊച്ചകൾ കേട്ടു. പക്ഷെ ഭാഗ്യത്തിന് ഒന്നും എൻ്റെ മേലെ കൊണ്ടില്ല. ഇനിയും ഷൂട്ട് ചെയ്ത് എൻ്റെ മേലെ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യേണ്ട എന്ന് അയാൾ കരുതി കാണും. പിന്നെ അയാൾ വെടിവെച്ചില്ല. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അവരവളെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് പോലും ആലോചിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഓരോ മിനിറ്റും വിലപ്പെട്ടതായി മാറി.
ഞാൻ താഴത്തെ നിലകളിലേക്ക് ഓടിക്കൊണ്ട് ഒച്ചത്തിൽ അലറി വിളിച്ചു. ആളുകളോട് ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. അത്ഭുതകരമെന്ന് പറയട്ടെ, എൻ്റെ ശബ്ദത്തിലെ അർജൻസി മനസ്സിലാക്കിയിട്ടാണോ എന്തോ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ അയൽക്കാരുടെ മുഖങ്ങൾ കണ്ടതിൽ ഞാൻ ഇതിനു മുമ്പ് ഇത്രയധികം ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല. വെറും 2 മിനിറ്റിനുള്ളിൽ ഞാൻ അവരോട് ഉണ്ടായതെല്ലാം പറഞ്ഞു കൊടുത്തു. 2 പ്രായമായ സ്ത്രീകൾ വൃദ്ധനെ സഹായിക്കാൻ മേലേക്ക് ഓടിക്കയറി. നിങ്ങളൊക്കെ എന്ത് പോലീസുകാരാണ്? ഞങ്ങളുടെ വീടിനകത്തു നിന്ന് തന്നെ ഞങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? പിന്നിൽ നിന്ന് ഒരു വൃദ്ധ വിളിച്ചു ചോദിച്ചു. ആ വൃദ്ധയോട് വായ അടയ്ക്കണമെന്നല്ലാറി. അത്ഭുതകരമായി ആ സ്ത്രീ തിരിച്ചൊന്നും പറഞ്ഞില്ല. എടാ, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മാക്സിം ആ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നു. സംഭവിച്ചതെല്ലാം ഞാൻ മാക്സിമിനോട് പറഞ്ഞു. അവന് ദേഷ്യം വന്ന് അവൻ്റെ കണ്ണുകൾ ചുവന്നു. മുഷ്ടി ചുരുട്ടുമ്പോൾ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ ശവങ്ങൾ. മെൻ ഗ്യാദർ അപ്പ്, നമ്മൾ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. വളരെ കോൺഫിഡൻറ്റോടുകൂടി മാക്സിം മേൽക്കൂരയിലേക്ക് തിടുക്കത്തിൽ നടന്നു. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. ഞങ്ങളുടെ പുറകിൽ മനസ്സില്ലാ മനസ്സുള്ളവർ പോലെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ മേൽക്കൂരയിലെ വാതിലിലേക്ക് ചെന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് എനിക്ക് വെടിയേക്കാൻ സാധ്യത തന്ന അതേ ഡോറ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറഞ്ഞത് ഒരു 10 പേരെങ്കിലും കാണും. ആ ഗേറ്റ് ഞങ്ങൾക്ക് തകർക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷെ 10 ആംഗ്രി മെൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അവർക്ക് കേൾക്കേണ്ടി വരും. തുറക്ക്. കമ്പികൾക്കിടയിലൂടെ മാക്സിം ആക്രോശിച്ചു. നിങ്ങളിത് തുറന്നില്ലെങ്കിൽ തീർച്ചയായും ഞാനിതെല്ലാം നശിപ്പിച്ച് കളയും. എന്താ ഇവിടെ ഒരു ബഹളം? നേരത്തെ എന്നെ വെടിവെച്ച ആൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ എന്നെ ദേഷ്യത്തോടെ നോക്കി, എന്നിട്ട് നോട്ടം മാറ്റി. അവൻ ആത്മവിശ്വാസത്തോടെ നിന്നെങ്കിലും അവൻ്റെ മുൻപുള്ള അഹങ്കാരം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ തിരിച്ച് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളെല്ലാവരും കൂടി പുറത്തുള്ള രാക്ഷസന്മാർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കും, മാക്സിം അലറി. ഇത് കേട്ട് ആ ക്രിമിനൽ പേടിച്ചെന്ന പോലെ കളിയാക്കിക്കൊണ്ട് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി. ഞങ്ങളൊരു പെൺകുട്ടിയെ നൈറ്റ് ഔട്ടിന് കൊണ്ടുപോയി. അതിലെന്താ പ്രശ്നമുള്ളത്? മാക്സിം ദേഷ്യത്തിൽ ആ ഗേറ്റിൽ ചവിട്ടി. അപ്പുറത്ത് നിന്ന് ക്രിമിനൽ ഞെട്ടിക്കൊണ്ടുവന്ന് ചാടി. ആൾ ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്ന ശാന്തത വെറും അഭിനയമാണെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് ഗേറ്റ് തകർക്കാൻ കഴിയില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി, മാക്സിം അലറി. സമാധാനപ്പെടാപ്പാ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ ജോക്ക് ചെയ്തതാണ്. ഈ സമയത്തൊക്കെ കുറച്ച് കോമഡി പറയുന്നത് നല്ല കാര്യമല്ലേ? അയാളുടെ ചിരി മുഖത്ത് നിലനിർത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നിക്ക്, ഞാൻ പോയി അവളെ നോക്കട്ടെ. അയാൾ അകത്തേക്ക് പോയി. അപ്പോൾ ഞാൻ കൂടുതൽ ആൻഷ്യസ് ആവാൻ തുടങ്ങി. അവൾ എത്ര നേരം അവിടെ ഉണ്ടായിരുന്നു എന്ന് ആർക്കറിയാം? അവർ അവളെ എന്താണ് ചെയ്തതെന്ന് ആർക്കറിയാം? അകത്തു നിന്ന് ചില വാഗ്വാദങ്ങൾ കേട്ടു. ആളുകൾ പരസ്പരം ആക്രോശിക്കുകയായിരുന്നു. പക്ഷെ എക്കോ കാരണം അവരെന്താണ് പറയുന്നത് എനിക്ക് ക്ലിയർ ആയില്ല. ഭാഗ്യത്തിന് നതാശയുടെ നിലവിളികളൊന്നും ഞാൻ കേട്ടില്ല. ആ ആക്രോശങ്ങളൊക്കെ ഒതുങ്ങി. അതിനുശേഷം കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ആ ക്രിമിനൽ ഞങ്ങളെ വേർതിരിക്കുന്ന ആ ഗേറ്റിനപ്പുറത്ത് വന്നു നിന്നു. അയാളുടെ പുറകിൽ ഞങ്ങൾക്ക് നതാശയെ കാണാമായിരുന്നു. അവളുടെ കണ്ണിനടിയിൽ ഒരു വലിയ കറുത്ത പാട്, ഒരു ചതവുണ്ടായിരുന്നു. ചുണ്ടിൽ ഉണങ്ങിയ രക്തം. അവൾക്ക് മൂക്കിൽ നിന്ന് രക്തം വന്നിട്ടുണ്ടാവണം. ഭാഗ്യത്തിന് അവളുടെ വസ്ത്രങ്ങൾക്ക് കേടുപാടില്ല. കീറിയതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ വിചിത്രമായിട്ടുള്ളൊരു തിളക്കം ഉണ്ടായിരുന്നു. അവളുള്ള ആ സാഹചര്യത്തിന് അനുകൂലമായിരുന്നില്ല ആ കണ്ണിലെ തിളക്കം. ഉത്സാഹത്തിൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും ഒരു തിളക്കം. ദാ നിങ്ങളുടെ പെൺകുട്ടി, അയാൾ മുരണ്ടു. അവൾ കടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൻ അവളെ പുറകിൽ നിന്നൊരു തള്ളും കൊടുത്തു. ഞങ്ങൾ അവളെ അധികമൊന്നും ചെയ്തിട്ടില്ല, കണ്ടില്ലേ? ഇനി പൊക്കോ. അവളുടെ ഭക്ഷണവും മാക്സിം അന്വേഷിച്ചു. നിങ്ങൾ എന്താ പറയുന്നത്? അവളെ ഞങ്ങളുടെ കൂടെ സേഫ് ആക്കി വെച്ചതിൻ്റെ ഒരു മുൻകൂർ പേയ്മെൻ്റ് ആയിരുന്നു ആ ഫുഡ്. വാതിലടച്ച് അകത്തേക്ക് പോകുമ്പോൾ അയാൾ മറുപടി കൊടുത്തു. മാക്സിം മുരണ്ടു. മാക്സിമിൻ്റെ കണ്ണുകളിൽ ദേഷ്യം എനിക്ക് കാണാമായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനിച്ചിട്ടില്ല. അയാൾ ഇത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അകലെ നിന്ന് എവിടെയോ ഒരു അജ്ഞാത ശബ്ദം അലറി. ഞങ്ങളെല്ലാവരും സേഫായ സ്ഥലത്തേക്ക് ഓടിക്കയറി. അപ്പാർട്ട്മെൻറ്റ് റൂമിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ ഞാൻ നതാശയോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയുണ്ട്? അവർ കൈ ഉയർത്തിക്കൊണ്ട് അവൾ എൻ്റെ അടുത്ത് നിർത്താൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ കഴുത എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവരുടെ ലീഡർ പേടിച്ചു. സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അയാൾക്ക് പേടിയുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് നിന്നെ പിടിച്ചത്? ഞാൻ അവളോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. അയാൾ എന്നെ പറ്റിച്ച് പുറത്തേക്ക് വിളിച്ചു. അടുത്ത വീട്ടിലെ താമസക്കാരിൽ ഒരാളായിട്ടാണ് അയാൾ നടിച്ചത്. കുറച്ച് ആസ്പിരിൻ അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞു. അതൊന്നും ഇപ്പോൾ വിഷയമല്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തി. ആ വെൽഡറെ ഞാൻ കണ്ടെത്തി. നീ അയാളെ കണ്ടോ?
ഇങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു ഡെവലപ്മെൻറ്റിൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതെ, അദ്ദേഹം 3-ാം നിലയിൽ 73-ാം അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു. എന്നെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് അവർ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് അയാളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹായത്തിന് പകരമായി ഇവർ അയാളെ നല്ലോണം പരിപാലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മറ്റ് താമസക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതേക്കുറിച്ച് സംസാരിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല. അപ്പം നീ അയാളെ കണ്ടോ? അയാളോട് നീ ചോദിച്ചോ എന്തിനാണിത് ചെയ്തതെന്ന്, എന്തിനാണ് നമ്മളിവിടെ വെൽഡ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്നതെന്ന്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതെ, അവൾ ചുറ്റും ആരെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി. അവളുടെ റൂമിനകത്ത് ആ വൃദ്ധനെ സഹായിക്കാനായി ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം പാനിക്കായി എന്നാണ് പറയുന്നത്. അയാൾ കാട്ടിലേക്ക് മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഇവരെ കാണുന്നത്. അവർ ഡസൻ കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിനുണ്ട്. അവരെവിടേക്കോ കുടിയേറുകയായിരുന്നു. നമ്മളാണെങ്കിൽ അവർ സഞ്ചരിക്കുന്ന വഴിയിലുമായിപ്പോയി. അതുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് ഓടി നമ്മളെ എല്ലാവരെയും വെൽഡ് ചെയ്ത് വെച്ചത്. അയാൾ ഇത് ചെയ്തത് ആ ക്രിമിനൽസിനെയൊക്കെ അറിയുന്നതിന് മുന്നായിരുന്നു. 2 രാത്രി മുന്നാണ് അവർ ഇങ്ങോട്ട് താമസം മാറിയത് എന്ന് ആ വെൽഡർ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് അയാൾ ഓടിപ്പോകാതിരുന്നത്? ഞാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു. എന്തുകൊണ്ട് അയാൾ ഒഴിഞ്ഞുപോയില്ല? നതാശ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. അയാൾക്കതിന് കഴിയില്ല. അയാൾക്കൊരു മകനുണ്ട്. അരയ്ക്ക് താഴെ തളർന്നു കിടക്കുകയാണ്. അയാൾക്ക് മകനെ ചുമക്കാൻ കഴിയില്ല. ദുർബലനാണ്. ലിഫ്റ്റുകളും ഇല്ല. ഈ സംഭവം 1-2 ദിവസങ്ങളിലുള്ളിൽ അവസാനിക്കുമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയായിരുന്നില്ല. ആ മനുഷ്യൻ്റെ സാഹചര്യം ഞാനൊന്ന് ഇമാജിൻ ചെയ്തു. തന്നെ മാത്രമല്ല, തൻ്റെ നിസ്സഹായനായ കുട്ടിയെയും മറ്റെല്ലാവരെയും ഈ നരകത്തിൽ കുടുക്കി. അദ്ദേഹത്തോട് ദേഷ്യം തോന്നാൻ ഞാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്കതിന് സാധിച്ചില്ല. ഞാൻ അയാളോട് നിന്റെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ ചിന്തകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് നതാശ പറഞ്ഞു. അതൊരു നല്ല പ്ലാൻ ആണെന്നും അദ്ദേഹത്തെയും മകനെയും ഒളിപ്പിച്ച് കടത്താൻ ഒരു വഴി കണ്ടെത്തുകയാണെങ്കിൽ അയാളുടെ ടൂൾസ് എല്ലാം തരാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അവർ ആ വെൽഡറെ നല്ലോണം കാവൽ ചെയ്യുന്നുണ്ട്. 4-ാം നിലയിലും 2-ാം നിലയിലും സ്ഥിരമായ പെട്രോളിംഗ് ഉണ്ട്. തീർച്ചയായും അവർ മദ്യപിച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അവരുടെ കയ്യിൽ തോക്കുകളുണ്ട്. എനിക്കെന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും മാക്സിം വന്ന് നതാശയുടെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? അതെ, എനിക്ക് സുഖമാണ്. നതാശ പിന്നിലേക്ക് ചാരി. മാക്സിമിൻ്റെ കണ്ണുകളിലെ തീ അവൾ കണ്ടു. ഓക്കെ. മാക്സിം ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, അറിയോ? നിന്നേക്കാൾ ചെറുതാ. മാക്സിം നതാശയുടെ തോളിൽ ഒന്നും കൂടെ തട്ടി. അവരൊരിക്കലും നിന്നെ ഇനി തൊടില്ല, മാക്സിം പ്രഖ്യാപിച്ചു. മാക്സിമിൻ്റെ ശബ്ദത്തിൽ ദേഷ്യത്തിൻ്റെ ഒരു ലാവ തന്നെ പുറപ്പെടുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അതിന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ആക്രമിക്കണം. കീടങ്ങളുണ്ടെങ്കിൽ അവരെ പുകച്ച് പുറത്തു ചാടിക്കണം. അദ്ദേഹം നതാശയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുറിവുകൾ കണ്ടപ്പോൾ അയാൾ പല്ല് കടിച്ചു. നാളെ നമ്മൾ അവരുടെ മുഴുവൻ സ്റ്റെയർവെല്ലും കത്തിച്ചു കളയും. ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള അത്രയും ശക്തിയില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അത്രയും വ്യക്തമായിട്ടുള്ള ഓർമ്മയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഞാനിപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോഴും ഈ നശിച്ച ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ മുന്നത്തേക്കാൾ ദുർബലനായി. ആ സ്റ്റെയർവെൽ കത്തിച്ച് കളയുന്ന കാര്യം മാക്സിം സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതായിരുന്നു. ഞങ്ങളിൽ പലരും മാക്സിമിനെ ഈ കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ അവൻ എന്ത് ചെയ്തിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ മേലെയും തീ പിടിക്കാം. ആ സ്റ്റെയർവെല്ലിൽ 2 ഇന്നസെൻ്റ് ആയിട്ടുള്ള ജീവനും കൂടെ ഉണ്ട്. അവിടെ എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു യങ് മാനും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും മാക്സിം അതിൽ നിന്ന് പിന്മാറാൻ സമ്മതിച്ചില്ല. അവരെ മേൽക്കൂരയിലേക്ക് ഓടിപ്പിക്കുന്ന തരത്തിലുള്ള ഫയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അവൻ്റെ സ്വന്തം വാക്കുകൾക്ക് തലയാട്ടിക്കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ പറഞ്ഞു. അവർ മേൽക്കൂരയ്ക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി അവർക്ക് വേണ്ടി കാത്തിരിക്കണം. എന്നിട്ട് മാക്സിം കൈകൊണ്ട് വെട്ടുന്ന ആംഗ്യം കാണിച്ചു. അതിനുശേഷം നമുക്ക് തീ അണയ്ക്കാം. ഞാൻ മാക്സിമിനെ ഓർമ്മിപ്പിച്ചു, തീ ഒരു ചെറിയ കാര്യമല്ല. അത് എത്രത്തോളം പടരുന്നതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. വി വിൽ ഡു അവർ ബെസ്റ്റ്. ഒരു ഇംപേഷ്യൻ ടോണിൽ അയാൾ എനിക്ക് റീഅഷ്യൂർ ചെയ്തു തന്നു. പക്ഷെ ഞാനിത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ആ വെൽഡറും മകനോ? ഞാൻ ചോദിച്ചു. ഇങ്ങനൊരു ഫയർ സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് എസ്കേപ്പ് ആവാൻ പോലും പറ്റില്ല. അവരവിടുത്തെ പ്രിസണേഴ്സാണ്. അവരെയും തീ കൊളുത്താൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവനെ ഒന്ന് ഗിൽറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ മാക്സിമിനെ അത് അഫക്റ്റ് ചെയ്തില്ല. പകരം അവൻ തിരിച്ചെൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അയാളുടെ കണ്ണിൽ ദേഷ്യത്തിൻ്റെ തീജ്വാലകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ വെറും തടവുകാരാണെന്ന് നിങ്ങൾക്ക് എന്നെ ഉറപ്പിക്കാൻ കഴിയും? അവർ പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങളത് വിശ്വസിച്ചോ? അവർക്ക് വേണ്ടി മാത്രം അത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കേജ് ഡോർ ഉണ്ടാക്കി വെച്ചത് എന്തിനാണ്? നമ്മൾ ഇപ്പുറത്ത് പൂട്ടിയിട്ടത് എന്തിനാണ്? കാരണം അയാളുടെ മകൻ എന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിം സമ്മതിച്ചില്ല. അല്ല, അത് അവർ പറയുന്ന മാത്രമാണ്.
ആൻഡ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അവർ കള്ളം പറയാണെന്ന്. അവർക്ക് നമ്മളെ എല്ലാവരും ഇപ്പോഴത്തെ ലോക്ക് ചെയ്തിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അയാൾക്ക് അയാളുടെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിൽ വെറുതെ നിന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് എന്നേക്കാൾ നല്ല പ്ലാൻ എനിക്ക് പറയാനില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കോൺവെർസേഷൻ അവസാനിപ്പിക്കാം. എന്നിട്ട് മാക്സിം തിരിഞ്ഞു നടന്നു. എനിക്കൊരു പ്ലാൻ ഉണ്ട്, തിരിഞ്ഞു നടക്കുന്ന മാക്സിമിനോട് ഞാൻ പറഞ്ഞു. മാക്സിം എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് സംസാരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ പ്ലാൻ ഭയങ്കര ക്രേസി ആൻഡ് ഡേഞ്ചറസ് ആയിരുന്നു. ഒരു പക്ഷേ മാക്സിമിൻ്റെ പ്ലാനിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ്. മാക്സിമിന് ശരിക്കും നമ്മൾ എല്ലാവരും കത്തിപ്പോകുന്ന ഒരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്ലാൻ കേട്ട് കഴിഞ്ഞപ്പോൾ മാക്സിം അതിന് സമ്മതിച്ചു. ഇനിയിപ്പോൾ നിൻ്റെ പ്ലാൻ പാളിപ്പോവുകയാണെങ്കിൽ പോലും ഈ ബിൽഡിംഗ് എല്ലാം എനിക്ക് കത്തിച്ച് കളയാലോ. നീ ഇന്ന് രാത്രി തന്നെ പണി തുടങ്ങിക്കോ. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ആൾക്കാരെ അയക്കാം. നേരം വെളുക്കുന്നതിന് മുന്നേ നിൻ്റെ പ്ലാൻ സക്സസ് ആയില്ലെങ്കിൽ നമ്മളെല്ലാവരും എൻ്റെ പ്ലാനിലേക്ക് കടക്കും. ബാക്കിയുള്ള സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കാൻ എനിക്ക് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ബാക്കിയുള്ള സമയം നത്താശയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അവളുടെ അപ്പാർട്ട്മെൻറ്റ് നിറയെ ആളുകളായിരുന്നു. അതിൽ കുറച്ച് സ്ത്രീകൾ ആ വൃദ്ധനായ ആളെ സഹായിക്കുമായിരുന്നു. ആൾ ഭയങ്കര ഹെവി ആയിട്ട് ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നു. ആളുടെ മുഖം ഭയങ്കര പെയിലായിരുന്നു. പക്ഷെ അയാളുടെ ബ്ലീഡിങ് നിന്നിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ കോൺഷ്യസും ആയിരുന്നു. യങ് മാൻ, താങ്ക് യു, അയാൾ വേദന കൊണ്ട് മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. സംസാരിക്കുമ്പോൾ അയാൾക്ക് പെയിൻ ഉണ്ടാവുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിരുന്നു. അയ്യോ, അതിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സത്യത്തിൽ അതായിരുന്നു ശരി. ആ വൃദ്ധം ഭയങ്കര കൺഫ്യൂസ്ഡ് ലുക്കായിരുന്നു. ആൾക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല. ഞാൻ അയാളെ അബാൻഡൻ ചെയ്ത് നതാശയുടെ പുറകെയാണ് പോയതെന്ന് അയാൾക്കറിയില്ല. ഒന്ന് സഹായത്തിന് ആളെ വിളിക്കാൻ പോലും ഞാൻ മെനക്കെട്ടില്ലെന്നും അയാൾ അറിഞ്ഞില്ല. പക്ഷെ അയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. അനങ്ങാതെ കിടക്ക്, നിങ്ങളുടെ എനർജി ഇങ്ങനെ വേസ്റ്റ് ചെയ്യല്ലേ. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു സ്ത്രീ അയാളോട് പറഞ്ഞു. ഇപ്പം നിങ്ങൾ വളരെ വീക്കാണ്. അയാൾ ആ സ്ത്രീ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. ഐ എം സോറി യങ് മാൻ. അയാൾ ഭയങ്കര വീക്കായിട്ട് വിസ്പർ ചെയ്തുകൊണ്ട് പറഞ്ഞു. നിങ്ങളോട് എല്ലാവരോടും കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് പിന്നെയും പ്രതീക്ഷിച്ചതെല്ലാം എൻ്റെ അഹങ്കാരമായിരുന്നു. അയാൾ ഡില്യൂഷനല്ല, നിങ്ങളാൾ പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഒരു ഓൾഡർ ലേഡി എന്നെയും നതാശയും വാൺ ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ബോധത്തോടെ സംസാരിക്കുന്നത്. അയാൾ കുറച്ച് ദേഷ്യം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്നിട്ട് പിന്നെയും വേദന കൊണ്ട് പുളഞ്ഞു. അദ്ദേഹം പിന്നെയും എന്നോട് സംസാരിച്ചു. കേക്കോ, ഞങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ഒരിക്കലും ഞങ്ങളോട് ക്ഷമിച്ചു തരാൻ കഴിയില്ല. അതൊരു ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു സമയമായിരുന്നു. ഈ ലോകം മുഴുവനും ഞങ്ങൾക്ക് എനിമീസ് ആയിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ തോറ്റുപോയെന്ന്. പക്ഷെ ഞങ്ങൾ ഗ്ലോബലി ആയിട്ടായിരുന്നു ചിന്തിക്കുന്നുണ്ടായിരുന്നത്. അവരെ ശത്രുക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ള ആയുധങ്ങൾ മാത്രമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അവർ സാധാരണക്കാർക്കെതിരെ, സ്വന്തം ആൾക്കാർക്കെതിരെ പുറത്തു വന്നാൽ ഇത്രയും എഫക്റ്റീവ് ആവുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഞങ്ങൾ അവരെ കുറച്ച് കണ്ടു. അവർ പോയി എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഒന്ന് വായടച്ചിരിക്കുക, യു ഓൾഡ് ഫൂൾ എന്നൊരു വൃദ്ധ അയാളോട് പറഞ്ഞു. എന്നിട്ട് എന്നോടും നതാശയോടും ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു. നിങ്ങൾ അയാളെ പ്രകോപിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അയാൾക്ക് കുറച്ച് റെസ്റ്റ് വേണം. ഇവിടെ നിന്ന് രണ്ടുപേരും പോയേ. ആ വൃദ്ധ എന്നോടും നതാശയോടും പറഞ്ഞു. ഇത് എൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്. നതാശ തിരിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ സ്ത്രീ മുഖം കടുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നാളെ ഇവിടെ വന്നു. അതുവരെ നിൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ സ്ഥലത്ത് പോയി നിൽക്കും. എന്നിട്ട് ആ വൃദ്ധ എന്നെ നോക്കി. അയാളിപ്പോൾ ഓക്കെ അല്ല. ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ നതാശ തോൽവി സമ്മതിച്ചു. ഞാൻ വാതിലിലേക്ക് നോക്കി പോവാമെന്ന് ആംഗ്യം കാണിച്ചു. നതാശയും തലയാട്ടി കാണിച്ചു. എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും വരും. നിങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ ഇവിടെ നിന്ന് പുറത്തു കിടക്കണം. അല്ലെങ്കിൽ എല്ലാവരെയും പോലെ അവർ നിങ്ങളെയും ചവിട്ടി മെതിക്കും. ആ വൃദ്ധൻ്റെ അവസാന വാക്കുകൾ ഒരു ദുശകുനം പോലെ തോന്നി. എൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങിയത് അർദ്ധരാത്രിയായിരുന്നു. ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം ല്യൂറിംഗ് ആയിരുന്നു. ഒരു കഷ്ണം മാംസം കണ്ടെത്താൻ ഭയങ്കര പാടായിരുന്നു. ആരും അവരുടെ ഷെയർ ചെയ്തില്ല. ഞങ്ങൾക്ക് എന്തിനാണ് ഈ മീറ്റ് ആവശ്യമുള്ളത് എന്ന് ഞങ്ങൾ ആൾക്കാരോട് ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ ഐഡിയനെ കുറിച്ച് അവർക്ക് തോന്നുന്നത് എന്താണെന്ന് കാണിക്കാൻ അവരവരുടെ നെറ്റിയിൽ വിരലിന് വെച്ച് കറക്കി കാണിച്ചു. ഒരുപാട് മണിക്കൂറത്തെ തിരച്ചിലിന് ശേഷം ഞങ്ങൾ അന്വേഷിച്ചത് ഞങ്ങൾ കണ്ടെത്തി. ആൻഡ് ദെൻ ഇറ്റ് വാസ് ടൈം ഫോർ ദ നെക്സ്റ്റ് പ്ലാൻ. ഞങ്ങളത് ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഏറ്റവും ദൂരെയുള്ള വാതിലിൻ്റെ നേർക്ക് പോയി. മാക്സിം കത്തിച്ച് കളയാൻ ഏറ്റവും ആഗ്രഹിച്ച ആ സ്റ്റെയർവെല്ലിൻ്റെ ഡോറ്. വാതിലിൻ്റെ മറുവശത്ത് ഒരു തൂക്കിട്ടിട്ട് അത് പൂട്ടിയിട്ടുണ്ടായിരിക്കണം. പക്ഷെ അത് പഴയതും തടി കൊണ്ടുണ്ടാക്കിയതും ആയിരുന്നു. അതിലൂടെ കടന്നു പോകാൻ ഒരു വഴിയുണ്ടായിരുന്നു. ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ടും സൈലൻ്റ് ആയിട്ടും ചെയ്യുക എന്നതായിരുന്നു. ഒരു മരപ്പണിക്കാരൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ വിമ്പിൾ ഉപയോഗിച്ച് തടിയിലൂടെ തുറക്കാൻ ഞങ്ങൾ 3 മണിക്കൂർ ഉപയോഗിച്ചു. അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ക്രിമിനൽസ് മദ്യപിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ചാൻസൺ പാട്ടുകാരൻ്റെ ഓക്കാന വരുന്ന തരത്തിലുള്ള വൃത്തിയട്ട ശബ്ദം ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും ആ സോങ് നിൽക്കാനും അവരുടെ സന്തോഷം വെറിയിങ് ആയിട്ട് മാറാനും പറ്റുമായിരുന്നു. അങ്ങനെ ഉണ്ടായാൽ അതിനൊരു മീനിങ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുടുങ്ങി.
ഞങ്ങളുടെ ഈ ഓപ്പറേഷനുടനീളം എനിക്കൊരു കാര്യം മാത്രമേ ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ഞങ്ങളുടെ പ്ലാൻ തകർന്നാൽ ആ വെൽഡറിൻ്റെ മരണത്തിന് കാരണമാകും. 2 മണിക്കൂറിന് ശേഷം ആ വിമ്പിളിൻ്റെ ഡ്രില്ല് ആ പൂട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന ആണിയിൽ വന്ന് തട്ടി. പിന്നെയുള്ള 1 മണിക്കൂർ ഞങ്ങൾ അതിന് ചുറ്റും ഡ്രില്ല് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ മാറി മാറി അത് ചെയ്തു. അവസാനം ആണി തടിയിൽ നിന്നും വേർപെട്ടു. ഇപ്പോൾ ആ പൂട്ട് ആ ഡോറിൽ വെറുതെ തൂങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ ആ ഡോറ് തുറക്കാൻ പറ്റും. ഞാൻ എൻ്റെ ബൂട്ട്സ് ഊരി സ്റ്റെയർ വെളിയിലേക്ക് കയറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെയുള്ള റിസ്കുകളെല്ലാം ഏറ്റെടുക്കേണ്ടത് ഞാനായിരുന്നു എന്നതാണ് യുക്തിസഹമായ കാര്യം. കാരണം ഈ പ്ലാനെല്ലാം എൻ്റെ ആണല്ലോ. ഇപ്പോൾ ആ ക്രിമിനൽസ് എല്ലാം എൻ്റെ തൊട്ടു മുകളിലാണ്. ഇപ്പോൾ എനിക്ക് അവരുടെ സംസാരമെല്ലാം നല്ല പെർഫെക്റ്റ് ക്ലാരിറ്റിയിൽ കേൾക്കാം. ഒരൊറ്റ റോങ് സ്റ്റെപ്പ്, ഒരൊറ്റ ശബ്ദം അവരെൻ്റെ നേർക്ക് ഓടി വരും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസത്തിന് സമയമായി. ഞാൻ ഒരു ഡോറിൻ്റെ നേരെ കൈ നീട്ടി. അത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് അവർ വിട്ടുപോയ സ്ഥലം അവർക്ക് പൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. 1-ാം നില അപകടകരമാണെന്ന് അവർക്കറിയായിരുന്നു. ആ അയ്യപ്പിന് 1-ാം നിലയിലേക്ക് കയറി വരാൻ കഴിയുമെന്ന്. ഞാൻ അടുക്കളയിലേക്ക് പോയി ജനൽ തുറന്നു. മാംസകഷ്ണം തറയിൽ വെച്ചു. എന്നിട്ട് ഡ്രോവർ തുറന്ന് അതിൽ നിന്നൊരു കത്തിയെടുത്ത് എൻ്റെ ഇടത്തെ കൈപ്പത്തി മുറിച്ച് അതിലേക്ക് കുറച്ച് ചോര ഒഴിച്ചു. ആ അയ്യപ്പിന് എത്രത്തോളം മണം പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ സൂര്യോദയത്തിന് മുന്നേ അത് കമ്പികൾ തകർത്ത് ഇങ്ങോട്ട് കയറി വരാൻ മാത്രം പ്രലോഭിപ്പിക്കുമെന്നും അവിടെ വെച്ച് അത് ആ കൊള്ളക്കാരെ കൈകാര്യം ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. വൃദ്ധനായ വെൽഡർ അതിനു മുമ്പേ വാതിൽ പൂട്ടാൻ മാത്രം ബോധമുള്ളവനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ കെണിയിലേക്ക് ഒന്നും കൂടെ നോക്കിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് കടന്നു. വാതിൽ തുറന്നിടാൻ ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ജീവി അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്വയം പുറത്തു കടക്കും. അല്ലെങ്കിൽ ആ ക്രിമിനൽസ് ഈ ജീവി അകത്തേക്ക് കടക്കുന്നത് കേൾക്കും. ഞാൻ ബേസ്മെൻറ്റ് ഡോർക്ക് നേരെ നടന്നു. ആ ഡോറ് തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. അതിന് ചുറ്റും ചുറ്റികയും ആണിയും ഫർണിച്ചറിൻ്റെ കഷ്ണങ്ങളും വാതിൽ ബാരിക്കേഡ് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച തടി കഷ്ണങ്ങളും വാതിലിന് അടുത്ത് തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. വിയേർഡ്, ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതിനു മുന്നേ ഞാൻ ആ ശബ്ദം കേട്ടു. പല കാലുകളുടെ ശബ്ദം ഓരോ നിമിഷവും അടുത്തേക്ക് വരുന്നു. ഞാൻ വന്ന ബേസ്മെൻറ്റിൽ നിന്ന് നേരെ വരുന്നു. തിരിഞ്ഞോടുന്നതിന് മുൻപ് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് അത് മാത്രമായിരുന്നു. ബേസ്മെൻറ്റിൻ്റെ ഭിത്തിയിലുണ്ടായിരുന്ന ആ ചെറിയ ജനലുകൾ ക്രോളറിനകത്തേക്ക് കടക്കാൻ എളുപ്പമുള്ള വഴിയായിരുന്നു. ഞങ്ങൾ അതിനെ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ആ ഗ്യാപ്പിലൂടെ അകത്ത് കടക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ അത് അകത്തുണ്ട്. എന്നെ സേഫ്റ്റിയിൽ നിന്നും കട്ട് ഓഫ് ചെയ്ത് എന്നെ അപകടകരമായ ഒരു സിറ്റുവേഷനിൽ കുടുക്കി. അത് വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അധികം സമയം പാഴാക്കാനില്ല. എനിക്ക് 2 വഴികളുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഉപേക്ഷിച്ച് വന്ന ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചോടുക, ഏപ്പിന് വേണ്ടി ബെയ്റ്റ് ആയിട്ട് വെച്ച ആ മാംസമുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക്, അല്ലെങ്കിൽ സ്റ്റെയർസിന് മുകളിലേക്ക് ഓടിക്കയറുക ആ ക്രിമിനൽസ് ഉള്ള സ്ഥലത്തേക്ക്. അവർക്ക് വെടിവെക്കാനുള്ള അത്രയും സ്കിൽസ് ഇല്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. അവരെല്ലാം നല്ലപോലെ മദ്യവെച്ച് പെട്ടെന്ന് ഞാൻ കയറി വന്നപ്പോൾ ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ആരും അവരുടെ തോക്കെടുക്കാൻ പോലും ശ്രമിച്ചില്ല. ഞാൻ അവരുടെ അടുത്ത് നിന്ന് 3-ാം നിലയിലേക്ക് ഓടുമ്പോൾ അവരെന്നെ ആശ്ചര്യത്തോടെ നോക്കി. 73-ാം അപ്പാർട്ട്മെൻറ്റിൻ്റെ നേർക്ക് തുറക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഡോർ ദേഷ്യത്തിൽ ഇടിക്കാൻ തുടങ്ങി. ഞാൻ നതാശയുടെ കൂട്ടുകാരനാണ്, ഒന്ന് തുറക്ക്. എനിക്കൊരു നില താഴെ ആളുകൾ പേടിയോടെ നിലവിളിച്ച ശബ്ദം ഞാൻ കേട്ടു. ഒരാളുടെ തൊണ്ടയും താടിയെല്ലുകളെല്ലാം പൊട്ടുന്നൊരു ശബ്ദം ഞാൻ കേട്ടു. അവിടെ വെച്ച് ആ നിലവിളി നിന്നു. പിന്നെ ഞാൻ കേട്ടത് വെടിയൊച്ചകളാണ്. മുകളിലെ ആളുകൾ 4-ാം നിലയിൽ കാവൽ നിന്ന ആളുകൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ താഴേക്ക് ഓടി. അവരുടെ തിടുക്കത്തിലുള്ള ചുവടുകൾ എനിക്ക് കേൾക്കാമായിരുന്നു. ഒരു നിമിഷത്തിനുള്ളിൽ അവർ കോണുകൾ തിരിഞ്ഞാൽ എന്നെ കാണും. അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിസണറിൻ്റെ വാതിലിൻ്റെ മുന്നിൽ നിൽക്കുന്ന എന്നെ. താക്കോൽ തിരിഞ്ഞു. വാതിൽ പെട്ടെന്ന് തുറന്നു. വൃദ്ധനെ ഞാൻ അകത്ത് കണ്ടു. ചുളിവുള്ള മുഖം, വിശാലമായ കണ്ണുകൾ. ഹേ, ഹു ദ ആർ യു? എൻ്റെ തൊട്ടു പിന്നിൽ നിന്നാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. അവൻ വെറും ഒരു പടി അകലെയായിരുന്നു. ഞാൻ വൃദ്ധനെ തള്ളി മാറ്റി അയാളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് പിന്നിലുള്ള ഡോർ അടച്ചു. അവർ ആ വാതിലും കടന്ന് താഴേക്ക് പോയി. അവർക്ക് ശ്രദ്ധിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ താഴെ നടക്കുന്നുണ്ട്. ഞാൻ നതാശയുടെ കൂട്ടുകാരനാണ്. നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെ മെറ്റൽ സോയോ ഗ്യാസ് ടോർച്ചോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അതൊക്കെ ഇങ്ങോട്ട് എടുക്കുക. നമുക്ക് പോവാം, ഞാൻ വേഗത്തിൽ പറഞ്ഞു തീർത്തു. അദ്ദേഹം എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ തടഞ്ഞു. നിങ്ങളുടെ മകനെ ഞാൻ ചുമന്നോളാം, വിഷമിക്കേണ്ട. എൻ്റെ കയ്യിൽ ഗ്യാസ് ടോർച്ച് ഇല്ല, അദ്ദേഹം പറഞ്ഞു. എന്താ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എൻ്റെ കയ്യിലെ ഗ്യാസ് തീർന്നു. മേൽക്കൂരയിലെ കൂടിലെ കമ്പികൾ മുറിക്കാൻ ഞാൻ അതല്ല ഉപയോഗിച്ചു, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ മെറ്റൽ മുറിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ? ഇല്ല, അത് ശരിയാവാൻ വഴിയില്ല.
അയാൾ തോളുകൾ കുലുക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ നതാശയോട് നിങ്ങളുടെ കയ്യിൽ ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ അയാളുടെ നേർക്ക് അലറി. എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതെല്ലാം യൂസ്ലെസ് ആണ്. എനിക്ക് ജസ്റ്റ് എൻ്റെ മകനെ രക്ഷിച്ചാൽ മതിയെന്നായിരുന്നു. മറ്റൊരു മുറിയിലേക്കുള്ള വാതിലിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അവനെ അവിടെ നിന്ന് ചുമന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആരെയെങ്കിലും ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എനിക്ക് വേണ്ട ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് വേണ്ടിയുള്ള എൻ്റെ ക്വസ്റ്റ് എല്ലാം പോയിന്റ്ലെസ് ആയിരുന്നു. ഞാൻ വാതിലിനടുത്ത് താഴെയിരുന്നു. എന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ചു. പുറത്തുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് മിനിറ്റ് ഞാൻ അങ്ങനെയായിരുന്നു. ആളുകൾ 4ാം നിലയിലേക്ക് തിടുക്കത്തിൽ ഓടി, അവരെ പിന്തുടരുന്നവരെ വെടിവെച്ചുകൊണ്ട്. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മുകളിലുള്ള പോരാട്ടത്തിൻ്റെ എല്ലാം ശബ്ദം നിലച്ചു. എനിക്കിനി പുറത്ത് കടക്കണമായിരുന്നു. ഇതിനുള്ളിൽ നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. ആ ക്രിമിനൽസിൽ ആരെങ്കിലും അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞാൻ ആരാണെന്ന് കാണാൻ വരും. ഞാൻ വാതിൽ തുറന്നു. വെയിറ്റ്, നിങ്ങൾ പോവാണോ? പക്ഷെ നിങ്ങളില്ലാതെ എനിക്ക് അവനെ ചുമക്കാൻ കഴിയില്ല, ആ വൃദ്ധൻ അഭ്യർത്ഥിച്ചു. പ്ലീസ് ഞാൻ അവിടെ നിന്ന് പുറത്ത് കടന്ന് ഡോർ അടച്ചു. ഞാൻ കെയർഫുള്ളായിട്ട് ബേസ്മെൻറ്റിലേക്ക് നടന്നു. ആ സമയം എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. എല്ലാം പോയിന്റ്ലെസ് ആയിരുന്നു എന്ന് ഞാൻ അവിടെ നിന്ന് പുറത്ത് കടന്ന് ഡോർ അടച്ചു. ഞാൻ കെയർഫുള്ളായിട്ട് ബേസ്മെൻറ്റിലേക്ക് നടന്നു. ആ സമയം എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. എല്ലാം പോയിന്റ്ലെസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. 2 ആഴ്ച മുന്നേ ആ സ്യൂവർ വഴി പുറത്ത് കിടക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ എല്ലാ പ്രതീക്ഷയും പോയി. 2ാം നിലയിൽ 2 മൃതദേഹങ്ങളുണ്ടായിരുന്നു. അതിലൊരാൾ അപ്പോഴും തൻ്റെ തോക്ക് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ഞാൻ എൻ്റെ സർവൈവലിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ അത് ഫ്യൂച്ചറിൽ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ തോക്ക് പിടിച്ച് വലിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ തോക്ക് പിടിച്ചിരുന്ന ആൾ ഇതുവരെ മരിച്ചിട്ടില്ല എന്ന്. മരിച്ചെന്ന് ഞാൻ കരുതിയ അയാൾ കണ്ണു തുറന്നു എന്നെ നോക്കി. വാക്കുകൾ പറയാൻ കഴിയാത്തത്ര ദുർബലനായിരുന്നു അദ്ദേഹം. പക്ഷെ മുഖം കടുപ്പിക്കാൻ അയാൾക്ക് ശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. ക്രോളറിനകത്തേക്ക് കടത്തിയിട്ടത് ഞാനാണെന്ന് അയാൾക്കറിയാമായിരുന്നു. ഒരു വെടിയൊച്ച മുഴങ്ങി. എൻ്റെ വശം മുറുകി പിടിച്ചുകൊണ്ട് ഞാൻ കോണിപ്പടികളിൽ നിന്നും മറിഞ്ഞ് താഴേക്ക് വീണു. ആ വേദന എന്നെ പെട്ടെന്ന് തന്നെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് തിരിച്ചു വന്നു. എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടായി. എൻ്റെ ഭാവി എത്ര ദുഃഖകരമാണെങ്കിലും എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടായി. ഈ ശബ്ദം ആ ക്രോളർ കേട്ടിട്ടുണ്ടാവോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേട്ടിട്ടുണ്ടാവോ? എൻ്റെ രക്തം ഒരുപാട് പോകുന്നു. എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. എൻ്റെ ബ്രെയിൻ ഓരോ തോട്ട്സിന് പുറകെ ഓരോ തോട്ട്സ് കൊണ്ടുവന്നു. ഞാൻ എൻ്റെ മുറിവ് അമർത്തി പൊത്തിപ്പിടിച്ചുകൊണ്ട് ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങി. ഇരുട്ടിൽ എനിക്ക് കഷ്ടിച്ചേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. കോണിപ്പടിയിലേക്ക് നയിക്കുന്ന വാതിൽ ഞാൻ പിടിച്ചു വലിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഞാൻ പിന്നെയും അത് പിടിച്ചു വലിച്ചു. അപ്പോഴും അനങ്ങിയില്ല. അത് വലിക്കാൻ എനിക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല, അത് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഭിത്തിയിൽ നിരന്ന് നിൽക്കുന്ന ജനലുകളിലേക്ക് നോക്കി. വാതിലിൽ മുട്ടി. ആരെങ്കിലും തുറക്കാൻ വേണ്ടി അലറാൻ എനിക്ക് ഭയമായിരുന്നു. ഞാൻ വീണ്ടും മുട്ടി. കുറച്ച് ശബ്ദങ്ങൾ കേട്ടു. പക്ഷെ അത് വാതിലിൻ്റെ അപ്പുറത്തു നിന്നായിരുന്നില്ല. ആ ശബ്ദം ഞാൻ ഇരയെ വെച്ച അപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നു. ആ ഏപ്പ് ഞാൻ വെച്ച് ബെയ്റ്റ് എടുത്തെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ മുരൾച്ച കേട്ടു. കമ്പികൾ ഭിത്തിയിൽ നിന്ന് വേർപിരിപ്പിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ പേടിച്ചു പോയി. എനിക്ക് ഓടാൻ ഇടമുണ്ടായിരുന്നില്ല. ഞാൻ കുടുങ്ങി. അതിനെൻ്റെ ദേഹത്ത് നിന്ന് വരുന്ന രക്തം മണം പിടിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ കൈവെള്ളം നിറയെ ബ്ലഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ പുറകിൽ രക്തത്തുള്ളികളുടെ ഒരു വഴി തന്നെ വന്നിട്ടുണ്ടായിരിക്കാം. 2ാം നിലയിൽ കിടക്കുന്ന ആ ഒരു രക്തക്കുളത്തേക്ക് അത് ആകർഷിക്കപ്പെടണമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഞാൻ വാതിലിനടുത്തിരുന്ന് കണ്ണുകൾ അടച്ചു. ജാഗ്രതയോടെ ഇരിക്കുന്നതിൽ കാര്യമില്ലായിരുന്നു. ഞാൻ കഴിയുന്നത്ര കുറഞ്ഞ ശബ്ദം മാത്രമേ ഉണ്ടാക്കാവൂ എന്ന് എനിക്ക് ഉറപ്പുവരുത്തേണ്ടതായി ഉണ്ടായിരുന്നു. ശബ്ദങ്ങൾ ശാന്തമാവാൻ തുടങ്ങി. അവസാനമായി ഞാൻ കേട്ടത് അത് കോണിപ്പടിയിലേക്ക് കയറുന്ന കാലച്ചയും വായുവിൽ മണത്തുകൊണ്ടിരിക്കുന്ന ശബ്ദമായിരുന്നു. അങ്ങനെയാണ് എന്നെ രാവിലെ കണ്ടെത്തിയത്. രക്തം നഷ്ടപ്പെട്ടതുകൊണ്ട് അൺകോൺഷ്യസ് ആയി വാതിലിൻ്റെ അടുത്ത് കിടക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ തണുത്തുറഞ്ഞ് മരിക്കുന്നതിന് മുൻപ് എന്നെ ആരോ കണ്ടെത്തി. അല്ലെങ്കിൽ നിങ്ങൾ ഈ കഥ കേൾക്കുകയില്ലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എൻ്റെ ശക്തി വീണ്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. നതാശ എന്നെ നല്ലപോലെ പരിപാലിച്ചു. ഭാഗ്യത്തിന് ആൾക്ക് എവിടെ നിന്നും പെൻസിലിൻ കിട്ടി. അതുകൊണ്ട് എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കാര്യം പേടിക്കേണ്ടതില്ല. വെടിയുണ്ട നല്ല വൃത്തിക്ക് കടന്നുപോയി. എനിക്ക് 2 മുറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് മുറിച്ച് പുറത്തെടുക്കേണ്ടി വന്നില്ല. പതിയെ പതിയെ എനിക്ക് എൻ്റെ ശക്തി തിരികെ കിട്ടി. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം പരിമിതമായ കാരണം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം തീരും. താമസക്കാർ അവരുടെ ഭക്ഷണമെല്ലാം ഒരുമിച്ച് വെക്കുകയും അതിൽ നിന്ന് റേഷൻ ഉണ്ടാക്കാനും തുടങ്ങി. തീർച്ചയായും അതൊരു അത്ഭുതകരമായ മാറ്റമായിരുന്നു. പക്ഷെ ഉടൻ തന്നെ ഭക്ഷണങ്ങളെല്ലാം തീരും. ചില ആളുകൾ അടുത്തുള്ള പലചരക്ക് കടയിൽ റെയ്ഡ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അവരിൽ നിന്ന് എല്ലാവരും തിരികെ വന്നില്ല.
ഞാൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ ഒപ്പം ജോയിൻ ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് അതിനോട് ഒരിക്കലും എതിർക്കാൻ കഴിയില്ല. എന്തായാലും അവർ ഒരാഴ്ചയായിട്ട് എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് കടക്കണമെന്ന് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടായില്ല. ഭക്ഷണം തീർന്നു പോയാൽ അത് ചെയ്യാൻ നമ്മൾ വളരെ വീക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന അടുത്ത അപ്ഡേറ്റ് അവസാനത്തേതായിരിക്കും. ഇത്രയും നാൾ ഞാനൊന്നും പറയാതിരുന്നതിൽ ക്ഷമിക്കണം. ഒരുപാട് നാൾ ഇതെല്ലാം പോയിന്റ്ലെസ് ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഒരു ഗുഡ് ബൈ പറയാൻ വന്നില്ലെങ്കിൽ അത് വളരെ മര്യാദക്കേടാണ്. കുറച്ചായി ഞാൻ നടക്കാൻ തുടങ്ങി. ശക്തി വളരെ പതുക്കെയാണ് തിരിച്ചു വരുന്നത്. എൻ്റെ പോർ ഡയറ്റ് കാരണം എൻ്റെ ബോഡിക്ക് എൻ്റെ മസിൽസ് എടുക്കേണ്ടി വരുന്നുണ്ട്, എൻ്റെ വൂണ്ടൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടി. ഇതെൻ്റെ ബോഡിയിൽ ഒരു വൃത്തിയായിട്ട പാട് അവശേഷിപ്പിക്കും. എൻ്റെ സൈഡിൽ ഇപ്പോൾ എനിക്കൊരു ഹോളുണ്ട്. അത് അറപ്പ് തോന്നിക്കുന്ന ഒരു കാഴ്ച ആണെങ്കിലും എനിക്ക് അത് എൻ്റെ കൈ കൊണ്ട് തൊടാതിരിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായും ഉടനെ തന്നെ ഞാൻ ഒരു ഭക്ഷണ റെയ്ഡിനും പോകുന്നില്ല. എനിക്ക് കയറിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു ഡസൻ കിലോ ഭക്ഷണം ചുമന്ന് തിരികെ കയറാൻ അത് അസാധ്യമാണ്. തിരികെ അകത്ത് കയറാൻ കഴിയാതിരുന്ന ആ വൃദ്ധൻ്റെ വിധി എനിക്കും ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഞാൻ നതാശയുടെ അപ്പാർട്ട്മെൻറ്റിലെ ബെഡിലാണ് കിടക്കുന്നത്. അതിപ്പോൾ ഒരു തരം ആശുപത്രിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവൾ എന്നെയും വൃദ്ധനെയും പരിപാലിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസം ഒരു പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ്. അവൾ അതെല്ലാം ഒരേ കലത്തിലെ വെള്ളത്തിൽ തന്നെയാണ് തിളപ്പിച്ചുകൊണ്ടിരുന്നത്. ഉരുളക്കിഴങ്ങെല്ലാം കഴിയുമ്പോൾ അത് നല്ലൊരു സൂപ്പായി മാറുമെന്ന് അവൾ പറയുന്നു. മാക്സിമം ആൾക്കാരും അടുത്തുള്ള പലചരക്ക് കടയിൽ റെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓരോ റെയ്ഡും മുമ്പത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടായി വരികയാണ്. മിക്കവാറും പകുതി സമയവും പോയവരിൽ ഒരാൾ തിരികെ വരുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം. ആ ക്രിമിനൽസിൻ്റെ സ്ഥലത്ത് നിന്ന് കിട്ടിയ തോക്കുകൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ കേട്ടറിഞ്ഞതനുസരിച്ച് ആ തോക്കുകൾ യൂസ്ലെസ് ആണ്. വെടിയൊച്ചകൾ സാധാരണയായി ആരെങ്കിലും അവരുടെ അവസാന നിമിഷം ഭയത്തോടെ ജീവിക്കുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. പുറത്തു നടക്കുന്നതിനെ കുറിച്ച് ചില റൂമേഴ്സ് അല്ലാതെ മറ്റൊന്നും ഞാൻ കേൾക്കുന്നുണ്ടായില്ല. മുൻപ് ഞാൻ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ ഉള്ളിലായിരുന്നു പൂട്ടിയിടപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അപകടം വാതിലിന്റെ പിടിക്കപ്പുറത്തും ഞങ്ങളുടെ ജനാലകളുടെ അപ്പുറത്തും. എൻ്റെ കോട്ടയായിരുന്ന ഈ മുഴുവൻ കെട്ടിടവും ഇപ്പോൾ പരിമിതമായി നതാശയുടെ റൂമിൽ ഒതുങ്ങി. അവളുടെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് എനിക്ക് സേഫ്റ്റി തോന്നിയില്ല. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലെ ഭക്ഷണങ്ങളെല്ലാം ഏകദേശം തീർന്നു. ആളുകൾ ഇപ്പോൾ കൂടുതൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. എല്ലാം ഒരു മോശം ദിശയിലേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നി. നതാശ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് പോകുമ്പോഴെല്ലാം അവൾ തിരികെ വന്നില്ലെങ്കിലോ എന്ന് ഞാൻ ഭയന്നു. പുറത്ത് ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവൾ പറയുന്നു. ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുൻപ് ഇതെല്ലാം കേട്ടാൽ എൻ്റെ രോമം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബുൾഷിറ്റെല്ലാം കേൾക്കുമ്പോൾ റിയാക്ട് ചെയ്യാൻ മാത്രം ആരോഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ബിൽഡിങ്ങിലെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാടിൻ്റെ അറ്റത്ത് ഒരു മിസ്റ്റീരിയസ് ആയ മനുഷ്യനെ ആളുകൾ കണ്ടതായി പറയുന്നു. അത് ആളുകളോട് പുറത്തു വരാനും അയാളെ പിന്തുടരാനും ആംഗ്യം കാണിച്ചു അത്രേ. എന്നിട്ട് കാട്ടിലേക്ക് അപ്രത്യക്ഷമായി. അത് സർവൈവ് ചെയ്ത ഒരാളാണെന്ന് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റൊരു ദിവസം അപ്പാർട്ട്മെന്റിലെ ഒരു താമസക്കാരൻ അയാളുടെ തലയ്ക്കുള്ളിൽ നിന്ന് ഭയങ്കരമായ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞ് അലറി. ഒരാൾക്കാണ് അങ്ങനെയെങ്കിൽ അത് അയാൾക്ക് ഭ്രാന്ത് കയറിയതാണ് എന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷെ 3 പേർക്കും ഇതേപോലെയാണ് സംഭവിച്ചത്. കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഞങ്ങളെല്ലാവരും ഒരു സ്റ്റാമ്പീഡ് കേട്ടിട്ട് ഉണർന്നു. 100 കണക്കിന് കാലുകൾ കാട്ടിൽ നിന്ന് ഞങ്ങളുടെ വീടിനരികിലൂടെ പട്ടണത്തിലേക്ക് ഓടുകയായിരുന്നു. അവരുടെ ശക്തിയായ പാദങ്ങൾ നിലത്ത് തട്ടുമ്പോൾ ഞങ്ങളുടെ ബിൽഡിംഗ് വൈബ്രേറ്റ് ആവുന്നുണ്ടായിരുന്നു. പല മൃഗങ്ങളുടെയും അലർച്ച ഇടകലർന്നു. അതിൽ ഞാൻ മുമ്പ് കേട്ട ശബ്ദം ഏതായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമായിരുന്നു. ആരും ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ ധൈര്യപ്പെട്ടില്ല. അവരെല്ലാം കടന്നുപോയി ഞങ്ങളെ ഞങ്ങളുടെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കാൻ അനുവദിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അവ കടന്നുപോയതിനു ശേഷം അകലെ നിന്ന് വെടിയൊച്ചകൾ കേൾക്കാൻ തുടങ്ങി. ആ വെടിയൊച്ചകൾ വൃദ്ധനെ വളരെയധികം അസ്വസ്ഥനാക്കി. അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് ബന്ധമുള്ള വാക്യങ്ങളിൽ കൂടുതൽ വിവരം നേടാൻ എനിക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ശാരീരിക ബുദ്ധിമുട്ടും അദ്ദേഹം അനുഭവിക്കുന്ന ഏതോ ഒരു കുറ്റബോധവും അദ്ദേഹത്തെ ക്രമേണ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം കാട്ടിലെ ഒരു അകന്ന സ്ഥലത്തെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം കാര്യങ്ങളെല്ലാം വളരെ കൺഫ്യൂസിംഗ് ആക്കി തരുമായിരുന്നു. അതിനാൽ അതെന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് എനിക്കും മനസ്സിലായിട്ടില്ല. ചില കഥകളിൽ അതൊരു പട്ടണമാണ്, ചില കഥകളിൽ അതൊരു കാട്ടിലെ സ്ഥലവും, ചിലപ്പോൾ അതൊരു ലാബാവും, ചിലപ്പോൾ അതൊരു പുരാവസ്തു ഗവേഷണ സ്ഥലവും. അത് സോവിയറ്റുകൾ നിർമ്മിച്ചതാണ്. അത് വളരെ കാലം മുമ്പേ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ കഥകളിലും ഒരു വാക്ക് ഉയർന്നു വരും: ദ ഡോർ. അദ്ദേഹം അവിടെ ഒരു ഇന്റേണായി ജോലി ചെയ്തിരുന്നു. ആ പ്രത്യേക സ്ഥലം കാരണം തന്നെയാണ് ഞങ്ങളുടെ മുഴുവൻ പട്ടണവും സോവിയറ്റുകൾ കൃത്യമായി നിർമ്മിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. അതൊരു അടഞ്ഞ പട്ടണമായിരുന്നു, ഒരൊറ്റ മാപ്പിൽ പോലും ഇല്ലാതിരുന്ന പട്ടണം. ഞങ്ങളുടെ പട്ടണം എല്ലാ ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞന്മാരും താമസിച്ച സ്ഥലമായിരുന്നു.
തന്നെ ഈ പ്രൊജക്റ്റിൽ നിയമിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ അപ്പാർട്ട്മെന്റ് ലഭിച്ചുവെന്നും ചെറുപ്പത്തിൽ തന്നെ ഒരു വീട് സ്വന്തമാക്കിയതിൽ അയാൾക്ക് അഭിമാനം ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു. അവരെന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എങ്കിലും അവരുടെ റിസൾട്ട്സിൽ ഹയറപ്സ് എല്ലാവരും നിരാശരായിരുന്നു. അതിനാൽ യൂണിയൻ തകരുന്നതിന് മുൻപ് തന്നെ പ്രോജക്റ്റ് അടച്ചു പൂട്ടുകയും സീക്രട്ടായി വെച്ചിരുന്ന പട്ടണം സീക്രട്ട് അല്ലാതാക്കുകയും ചെയ്തു. ഒരു മാസം മുമ്പ് വരെ താൻ അവിടെ ചെയ്തിരുന്ന കാര്യങ്ങൾ അയാൾ മറന്നുപോയെന്നും പറയുന്നു. പക്ഷേ ഇപ്പോൾ പതിറ്റാണ്ടുകളുടെ അബാൻഡൻമെന്റിന് ശേഷവും അവിടെ എന്തോ സംഭവിക്കുകയായിരുന്നു. ഈ രാക്ഷസന്മാരുടെ കൂട്ടങ്ങളെ തുറന്നുവിട്ട എന്തോ ഒന്ന്. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ മറുവശത്തുള്ള എന്തോ ഒന്ന് ഒടുവിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ സിഗ്നൽ അയച്ച് 40 വർഷങ്ങൾക്ക് ശേഷം. അയാൾ പറഞ്ഞു. ആ മറുവശം എന്തായിരുന്നുവെന്നോ ഇത്രയും വലിയ അളവിൽ മൃഗങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നോ അയാൾ വിശദീകരിച്ച് തന്നില്ല. അധികം വൈകാതെ തന്നെ അയാൾ ഈ ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് ഷട്ട് ഓഫ് ആയി. പിന്നെ അയാൾ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. 2 ദിവസം മുൻപ് ആ മിസ്റ്റീരിയസ് രൂപം പിന്നെയും വന്നു. ഇത്തവണ എനിക്കതിനെ നന്നായി കാണാൻ കഴിഞ്ഞു. ഒരു നീണ്ട കറുത്ത വിന്റർ ജാക്കറ്റിന്റെ ഹുഡ് അതിന്റെ മുഖം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞിൽ കൃത്യമായി കാണാവുന്ന ഒരു ഇരുണ്ട പാട്. ഞാൻ അതിനെ അത് എന്ന് പറയാൻ കാരണം അതിനെ കാണാൻ മനുഷ്യനെ പോലെ ഉണ്ടെങ്കിലും അത് മനുഷ്യനാണെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ദിവസം നടന്ന ഡിഫറെൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ദിവസം ചില ആളുകൾ അതിനെ ശരിക്കും ഫോളോ ചെയ്തു പോയി. ഞാനും ആ പോയവരിൽ ഒരാളായേനെ. എൻ്റെ തലയിൽ ഞാൻ കേട്ട ശബ്ദം വളരെ ആകർഷകമായിരുന്നു. അവഗണിക്കാൻ പറ്റാത്ത ഒരു ടൈപ്പ്. ഇന്നലെ അത് വീണ്ടും വന്നു. ജനലിൻ്റെ അവിടെ നിന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ഒരുപാട് പേർ ജനൽ വഴി ഇഴഞ്ഞ് പുറത്തേക്ക് പോയി. അതിനെ പിന്തുടരാൻ തുടങ്ങി. ചിലർ വെറുതെ റെയിലിങ്ങുകളിൽ തൂങ്ങി മഞ്ഞിലേക്ക് വീണു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അതിൻ്റെ പിന്നാലെ പോയി, തണുപ്പിനെയും ഒടിഞ്ഞുപോയ കൈകാലുകളെയും ശ്രദ്ധിക്കാതെ. അതിനെ പിന്തുടരുന്നതിൽ നിന്ന് നതാശയെ എനിക്ക് റിസ്ട്രെയിൻ ചെയ്ത് വെക്കേണ്ടി വന്നു. ചില ആളുകൾ അതിൻ്റെ വിളിക്ക് കൂടുതൽ വഴങ്ങുന്നവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാവാം നതാശ ആ വിളിക്ക് ആൻസർ ചെയ്തത്. ഞാൻ 5 മിനിറ്റോളം അവളായി ഫൈറ്റ് ചെയ്തു. അവൾ എന്നെ അടിച്ചില്ല, കടിച്ചില്ല. അവൾ നിശബ്ദയായി വാതിലിന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാതിലിനപ്പുറത്തേക്ക് കടക്കാൻ ആ രൂപത്തെ പിന്തുടരാൻ ശ്രമിക്കുകയായിരുന്നു അവളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച്. ഞാൻ അലറുന്നുണ്ടായിരുന്നു അവളെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ. ഞാൻ അവളെ അടിക്കുക പോലും ചെയ്തു. ഇതെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ ദുർബലമായ ശരീരത്തിൽ നിന്ന് ശക്തി നഷ്ടപ്പെടുന്നത് എനിക്ക് ഫീൽ ചെയ്യാമായിരുന്നു. ആ ജീവിയുടെ കാത്തിരിപ്പിൻ്റെ നോട്ടം ശക്തിയുള്ള മതിലുകളിലൂടെ തുളച്ചു കയറി നതാശയെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതിനെ കാത്തിരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടാതെ നതാശയെ വിമർശിക്കുന്നത് പോലെ. ഫൈനലി അത് പോയി. നതാശ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. അവൾ അവളുടെ സെൻസസിലേക്ക് തിരികെ വന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അവൾ എനിക്ക് ഏറ്റവും അടുത്ത വ്യക്തിയായി മാറിയിട്ടുണ്ടായിരുന്നു, ഒരു സഹോദരിയെ പോലെ. അവൾ ബോധത്തിലേക്ക് തിരിച്ചു വന്നത് എനിക്ക് വളരെ വലിയ ആശ്വാസമായി മാറി. പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് ഞങ്ങളെ താണ്ടിപ്പോയി. ഭയത്തോടെ ഞങ്ങളത് മനസ്സിലാക്കി. ഈ അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഞാനും അവളും മാത്രമേ ഉള്ളൂ. ആ വൃദ്ധൻ പോയ ജനൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. 5-ാം നിലയിൽ നിന്ന് ചാടിയതുകൊണ്ട് അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഞങ്ങൾ നോക്കാൻ പോയില്ല. അതിൻ്റെ ഉത്തരം ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങൾ ആ ജനൽ അടച്ചു. ആ മിസ്റ്റീരിയസ് ഫിഗർ അൺഡൗട്ടഡ്ലി തിരികെ വരും. ചിലപ്പോൾ ഈ സമയം ഞങ്ങളെല്ലാവരും അതിൻ്റെ വിളിക്ക് ഇരയായേക്കാം. അതുകൊണ്ട് കപ്പൽ ഉപേക്ഷിക്കുക അല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയുണ്ടായില്ല. ഈ ബിൽഡിങ്ങിൽ ഇപ്പോൾ ഏകദേശം 10 പേര് കാണും. ഞങ്ങളെല്ലാവരും ഇവിടം വിടാൻ തയ്യാറായിരുന്നു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഭക്ഷണവും ഞങ്ങൾ കഴിച്ചു. ഇനി അത് ചുമക്കേണ്ട ആവശ്യമില്ല. വിന്ററിനെ തടുക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും ചൂടുള്ള വസ്ത്രം ധരിച്ചു. എല്ലാവരും താൽക്കാലിക ആയുധങ്ങൾ തയ്യാറാക്കി. ഞാൻ എൻ്റെ കോടാലിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിലുള്ള മികച്ച ആയുധം അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ 5 മിനിറ്റിനുള്ളിൽ പുറപ്പെടും. നതാശ ഉരുളൻകിഴങ്ങ് സൂപ്പ് കപ്പുകളിൽ ഒഴിക്കുകയാണ്. ഈ കെട്ടിടത്തിലെ ഞങ്ങളുടെ അവസാന ഭക്ഷണം. ഞങ്ങൾ എവിടെ പോകുമെന്നറിയില്ല, എത്ര ദൂരം പോകുമെന്ന് അറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, കാട്ടിൽ നിന്ന് അകലുന്നതാണ് സുരക്ഷിതം. ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. കൂടാതെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് മുൻപ് അവരുടെ അപ്പാർട്ട്മെൻ്റ് എല്ലാം ക്ലോസ് ചെയ്യാൻ വഴിയില്ല. അതിനാൽ ആർക്കറിയാം, ചിലപ്പോൾ ഞങ്ങൾ സർവൈവ് ചെയ്തേക്കാം. ഞങ്ങൾ ദൂരേക്ക് പോകും, സൈന്യത്തിൽ നിന്നും ജീവികളിൽ നിന്നും അകന്ന്. ഞങ്ങളൊരു വഴി കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഭാവിയിൽ എനിക്ക് മുറിവേൽക്കുകയോ വെടികൊള്ളുകയോ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒടുവിലൊന്നിരിക്കാനും കടന്നുപോയതെല്ലാം സുരക്ഷിതമായി വിവരിക്കാനും ഒരു നിമിഷം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടൻ തന്നെ എനിക്ക് നിങ്ങളോടെല്ലാവരോടും സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.